കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ. കടന്നു വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ വീണ്ടും വരുന്നവനായ യേശു കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ സ്നേഹ വന്ദനങ്ങൾ അറിയിക്കുന്നു. മറ്റുള്ള ആളുകൾ നമ്മെ പലപ്പോഴും വിളിക്കുന്ന ഒരു വാക്കാണ് പ്രാർത്ഥനക്കാര്. ചിലർ നല്ല ഉദ്ദേശത്തോടെ അങ്ങനെ വിളിക്കുന്നു, ചിലർ വിളിക്കുന്നത് പരിഹാസത്തോടെയാണ്. രണ്ടായാലും കൊള്ളാം. നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്, പ്രാർത്ഥിക്കേണ്ടവരുമാണ്. അതുകൊണ്ട് ആരെങ്കിലും നമ്മളെ പരിഹസിച്ചിട്ടാണ് പ്രാർത്ഥനക്കാർ എന്ന് വിളിക്കുന്നതെങ്കിൽ പോലും നമുക്ക് സമനില തെറ്റേണ്ടതില്ല. പ്രാർത്ഥനയെക്കുറിച്ച് നിങ്ങൾ എത്ര പ്രസംഗം കേട്ടിട്ടുണ്ട് എനിക്കറിയില്ല. ഞാൻ തന്നെ ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷേ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായ ചില കാര്യങ്ങൾ ഉണ്ട്. അത് ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ മാത്രമേ അത് ഉദ്ദേശിച്ച ഫലം കൊണ്ടുവരികയുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഇരുന്ന് പ്രാർത്ഥിക്കാം, നേരം കളയാം, അത്രയേ ഉള്ളൂ. അതുകൊണ്ട് കർത്താവ് തന്നെ പറഞ്ഞ ഒരു വാക്യത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 18-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മാത്രം ഒന്ന് വായിക്കാം. ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് കാണിക്കാൻ യേശു അവരോട് ഒരു ഉപമ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. മടുത്തു പോകാതെ, നിരാശപ്പെടാതെ, ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കാൻ വേണ്ടി കർത്താവ് ഒരു ഉപമ പറഞ്ഞു. ഇനി നമുക്ക് ആ ഉപമ ഒന്ന് വായിക്കാം. ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യാത്ത ഒരു ന്യായാധിപൻ ഒരു പട്ടണത്തിൽ ഉണ്ടായിരുന്നു. ആ പട്ടണത്തിൽ ഒരു വിധവയും ഉണ്ടായിരുന്നു. അവൾ വന്ന് അവനോട്, എതിരാളിക്കെതിരെ എനിക്ക് നീതി നടത്തി തരണമേ എന്ന് അപേക്ഷിക്കുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒരു ഉദാഹരണം പറഞ്ഞതാണ്. ഒരു നാട്ടിലെ ഒരു ന്യായാധിപനുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് അധികാരി എന്ന് പറയുന്ന ഒരാളുണ്ട്. ആ ആളുടെ അടുക്കിലേക്കാണ് നാട്ടുകാർ അവരുടെ പ്രശ്നങ്ങളും കൊണ്ട് ചെല്ലുക. അവിടെ അപേക്ഷയൊന്നും കൊടുക്കണ്ട, സ്റ്റാമ്പൊന്നും ഒട്ടിക്കണ്ട, കാര്യം പറഞ്ഞാൽ മതി. അപ്പോൾ അദ്ദേഹം ബന്ധപ്പെട്ട കക്ഷികളെ വിളിച്ച് അതിനൊരു തീർപ്പ് കൽപ്പിക്കും. അതനുസരിക്കാൻ രണ്ടു കൂട്ടരും ബാധ്യസ്ഥരാ. അങ്ങനെ അനുസരിച്ചില്ലെങ്കിൽ ആ ദേശത്ത് പിന്നെ പാർക്കാൻ പറ്റില്ല. കോടതികളോ കച്ചേരികളും പോലീസ് സ്റ്റേഷനും ഒക്കെ അന്നുണ്ടായിരുന്നു. പക്ഷെ സാധാരണ കാര്യങ്ങൾക്കൊക്കെ തീർപ്പ് കൽപ്പിച്ചിരുന്നത് അധികാരിയായിരുന്നു. പാർവത്തിക്കാരൻ എന്നും ചില നാട്ടിൽ പറയാറുണ്ട്. അങ്ങനെയുള്ള ഒരു അധികാരി. ഈ അധികാരിക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവന് ദൈവത്തെയും പേടിയില്ല, മനുഷ്യനെയും പേടിയില്ല. ഒരു മൊരടൻ. അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ അടുക്കൽ ഒരു പാവം വിധവ ചെന്നിട്ട് തൻ്റെ എതിരാളിയിൽ നിന്ന് തനിക്ക് നീതി നടത്തി തരണമേ എന്ന് കൂടെ ചെന്ന് അപേക്ഷിക്കുമായിരുന്നു. എന്നാൽ ഈ അധികാരി കണ്ട ഭാവം നടിക്കില്ല. ഇവളൊരു വിധവയല്ലേ, ഇവൾക്ക് നീതി നടത്തി കൊടുത്തില്ലെങ്കിൽ ഇപ്പം എന്താ പ്രശ്നം എന്ന മട്ടിൽ അദ്ദേഹം മുന്നോട്ട് പോയി. അടുത്ത വാക്യം വായിക്കാം. കുറെ നാളത്തേക്ക് അവൻ അത് ഗൗനിച്ചില്ല. പിന്നീട് അവൻ ഇങ്ങനെ ചിന്തിച്ചു, ഞാൻ ദൈവത്തെ ഭയപ്പെടുകയോ മനുഷ്യരെ മാനിക്കുകയോ ചെയ്യുന്നില്ല. എങ്കിലും ഈ വിധവ എന്നെ ശല്യപ്പെടുത്തുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. അല്ലെങ്കിൽ അവൾ കൂടെ വന്ന് എന്നെ അസഹ്യപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്.
അവൾ വന്ന് എന്നെ കൂടെ കൂടെ ശല്യം ചെയ്യുന്നത് കൊണ്ട് ഞാൻ അവൾക്ക് നീതി നടത്തി കൊടുക്കും. അവൾക്ക് നീതി നടത്തി കൊടുക്കണം എന്നെനിക്ക് ആഗ്രഹമുള്ളത് കൊണ്ടൊന്നുമല്ല, പക്ഷെ അവൾ എന്നെ ശല്യം ചെയ്യുന്നത് കൊണ്ട്. ഈ ഭാഗം സത്യവേദ പുസ്തകത്തിൽ നിന്ന് വായിച്ചാൽ അവിടെ ആ സ്ത്രീ വന്ന് അവൻ്റെ മുഖത്തടിച്ചേക്കുമോ എന്നൊരു ഭയം ആ നീതിമാനല്ലാത്ത ആ അനീതിയുള്ള ആ നീതി എന്താ പറയുക ന്യായാധിപന് ഉണ്ടായി എന്ന് പറയുന്നു. എങ്കിലും വിധവ എന്നെ അസഹ്യമാക്കുന്നത് കൊണ്ട് ഞാൻ അവളെ പ്രതിക്രിയ നടത്തി രക്ഷിക്കും, അല്ലെങ്കിൽ അവൾ ഒടുവിൽ വന്ന് എന്നെ മുഖത്തടിക്കുമെന്ന് ഉള്ളുകൊണ്ട് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ഉപമ. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് കർത്താവ് പറയാൻ വരുന്നത് എന്താണ് എന്ന് ഊഹിക്കാം. അതായത് നമ്മൾ ഒരു പ്രാവശ്യം ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു, കിട്ടിയില്ലെങ്കിൽ നിരാശപ്പെടരുത്, പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. അവസാനം ഈ നീതിരഹിതനായ ന്യായാധിപൻ ആ വിധവയ്ക്ക് നീതി നടത്തി കൊടുത്തതുപോലെ ദൈവം നിങ്ങൾക്കും ചെയ്തു തരും എന്നാണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല സംഭവം. താഴോട്ടൊന്ന് വായിച്ചാട്ടെ. കർത്താവ് പറഞ്ഞു, നീതിരഹിതനായ ആ ന്യായാധിപൻ പറഞ്ഞത് എന്തെന്ന് ശ്രദ്ധിക്കുവിൻ. കേട്ടോ? ആ നീതിരഹിതനായ കാര്യസ്ഥൻ എന്താ പറഞ്ഞെന്ന് കേട്ടോ? അവൻ ആ വിധവയോട് കരുതലോ സ്നേഹമോ ഉള്ളവനല്ല, എങ്കിലും അവൾ നിരന്തരമായി അവനെ ശല്യം ചെയ്തതുകൊണ്ട് കാര്യം നടത്തി കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളത് വായിച്ച് നിർത്തണമെങ്കിൽ അതിനർത്ഥം ദൈവത്തിന് ഒരു സ്വസ്ഥതയും കൊടുക്കാതെ നമ്മളിങ്ങനെ നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം എന്നാണ് കർത്താവ് പറഞ്ഞത് എന്ന് ചിലർക്ക് തോന്നും. പക്ഷെ കർത്താവ് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. ഇനി അടുത്ത ഭാഗം വായിച്ചോ. അങ്ങനെയെങ്കിൽ രാവും പകലും തന്നെ വിളിച്ചു കരയുന്ന തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവം നീതി നടത്തി കൊടുക്കുകയില്ലേ? ഇല്ലേ? അവിടുന്ന് അതിന് കാലവിളംബം വരുത്തുമോ? അവർക്ക് വേഗം നീതി നടത്തി കൊടുക്കും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എങ്കിലും മതി ഇപ്പൊ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടെ. ഈ അനീതിയുള്ള ഈ ന്യായാധിപനെയും സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിനെയും ഒരേ ചെയറിൽ നമുക്ക് ഇരുത്താൻ പറ്റുമോ? ഒരേ സ്ഥാനത്ത് ഇരുത്താൻ പറ്റുമോ? ഒരുപോലെ ഗണിക്കാൻ പറ്റുമോ? അപ്പൊ കർത്താവ് എന്താ ഇവിടെ പറയണേ? ഈ അനീതിയുള്ള കാര്യസ്ഥനെ പോലെ അല്ല നമ്മുടെ ദൈവം. അതുകൊണ്ട് നാം പ്രാർത്ഥിച്ചാൽ അത് യോഗ്യമായ പ്രാർത്ഥനയാണെങ്കിൽ, യോഗ്യമായ ആവശ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണെങ്കിൽ അത് നിനക്ക് എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. അപ്പോ ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞത് അന്തസ്സായിട്ടൊന്ന് ട്രോൾ ചെയ്തല്ലേ അല്ലേ? നിങ്ങൾ ആവർത്തിച്ച് പ്രാർത്ഥിച്ചു എന്നതുകൊണ്ടൊന്നും ദൈവം ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാൻ പോകുന്നില്ല. അതാണ് സത്യം. ദൈവം നോക്കുന്നത് ആരാണ് പ്രാർത്ഥിക്കുന്നത്, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. ഇതാണ് ദൈവത്തിൻ്റെ സന്നിധിയിലുള്ള വിഷയം. ദൈവത്തിന് കൊള്ളാവുന്നവൻ പ്രാർത്ഥിക്കുന്നതും ദൈവത്തിന് കൊള്ളരുതാത്തവൻ പ്രാർത്ഥിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ടല്ലോ. ദൈവത്തിന് കൊള്ളാവുന്നവൻ ആരാധിക്കുന്നതും ദൈവത്തിന് കൊള്ളരുതാത്തവൻ ആരാധിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ടല്ലോ. കയീനും ആബേലും ആദാമിൻ്റെ മക്കളാ. രണ്ടുപേരും ഒരുപോലെ തന്നെയാ. പക്ഷേ ആബേലിൻ്റെ യാഗം സ്വീകരിച്ച ദൈവം കയീൻ്റെ യാഗം സ്വീകരിച്ചില്ല. അപ്പോൾ എത്ര നേരം പ്രാർത്ഥിച്ചു, എത്ര പ്രാവശ്യം പ്രാർത്ഥിച്ചു, അതല്ല വിഷയം. ആര് പ്രാർത്ഥിക്കുന്നു? പ്രാർത്ഥിക്കുന്നവൻ യോഗ്യതയുള്ളവനാണോ?
അതാണ് ഒന്നാമത്തെ കാര്യം. 2, എന്ത് ആവശ്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്? നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാ. അത് നമ്മൾ തന്നെ എന്ത് ചെയ്യണമെന്നറിയാമോ? നമ്മൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മുടെ മൊബൈല് റെക്കോർഡിങ് ഇട്ടിട്ട് മുമ്പിലൊന്ന് വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇഷ്ടമുള്ള പോലെ അങ്ങ് പ്രാർത്ഥിച്ചോ. എന്നിട്ട് എല്ലാം കഴിയുമ്പോൾ ഈ സാധനം ഒന്ന് എടുത്ത് ഓൺ ചെയ്ത് പ്രാർത്ഥിച്ചാൽ, അത് കേട്ടാൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളോടൊരു വെറുപ്പ് തോന്നും. കാരണം ഉപകാരമുള്ള, പ്രയോജനമുള്ള, ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ട ഒരു കാര്യത്തിനും വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല. വെറും ചപ്പിനും ചവറിനും വേണ്ടിയുള്ള നമ്മുടെ ആഗ്രഹം നാം വിളമ്പുകയായിരുന്നു എന്ന് മനസ്സിലാവും. ഇത് ദൈവം കേട്ട് നമ്മളെ അനുഗ്രഹിക്കുമെന്ന് നമ്മൾ വിചാരിച്ചാൽ നമ്മളെപ്പോലത്തെ വിഡ്ഢികൾ ഈ ഭൂമുഖത്ത് കാണില്ല. അപ്പം നമ്മൾ ഇന്ന് പ്രാർത്ഥനയുടെ ഏതാണ്ട് കുറേ വശങ്ങൾ ഇന്ന് ടച്ച് ചെയ്യാൻ പോവുക. 1 മണി വരെ എനിക്ക് സമയമുള്ളതുകൊണ്ട് എനിക്കത് വളരെ റിലാക്സ്ഡായിട്ട് തന്നെ പോവാം. അതുകൊണ്ട് ഈ എഴുതി വെച്ച വാക്ക് അതേപടി വിഴുങ്ങുന്ന അക്ഷരത്തിൻ്റെ ശുശ്രൂഷ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങളത് വിശ്വസിക്കരുത്. കർത്താവ് ഇത് പറഞ്ഞത് നിരന്തരമായി പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ല, പ്രാർത്ഥിക്കുന്നത് എന്താണ് എന്നൊന്ന് ഓർക്കണം എന്നുള്ളതാണ്. ഈ വിധവയുടെ ആവശ്യം എന്തായിരുന്നു? അവൾക്ക് നീതി നടത്തി കിട്ടണം, അല്ലേ? അത്രയല്ലേ ഉള്ളൂ. അതിനേക്കാൾ കവിഞ്ഞ് അവൾ ഉൾപ്പെടുന്ന സമൂഹത്തിൻ്റെ നന്മ അവളുടെ ഉദ്ദേശത്തിലുണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളും ഞാനും ഒരു സമൂഹ ജീവിയാണ്. നമ്മുടെ പ്രാർത്ഥനയിൽ ഞാൻ, എൻ്റെ കുടുംബം, എൻ്റെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ, ഇത് മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നതെങ്കിൽ സ്നേഹിത, നീ ഒരു ജഡികനാണ്. നീ പ്രാർത്ഥിക്കേണ്ടത് നിനക്ക് വേണ്ടിയിട്ടല്ല. നീ 10 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ 10 പേർ ഈ ലോകത്തിൻ്റെ ഏതെങ്കിലും ഭാഗത്ത് നിനക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. നീ നിനക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കുന്ന ഒരാളാണെങ്കിൽ ലോകത്തിൽ ആരും നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കില്ല. അപ്പൊ പ്രാർത്ഥനയുടെ രീതി തന്നെ ഒന്ന് മാറ്റണം. കർത്താവിൻ്റെ മനസ്സിലുള്ളത് അങ്ങനെയുള്ള ആഗ്രഹങ്ങളാണ്. മനസ്സിലായോ? ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാൾ എത്രയോ ശ്രേഷ്ഠമാണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇടിവിൽ നിന്ന് അവർക്ക് വേണ്ടി ദൈവത്തോട് കരയുന്നത്. കാരണം എനിക്കതിൽ പ്രത്യേകിച്ച് ലാഭമൊന്നുമില്ല. ഞാൻ ഇപ്പോൾ തോമസിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് തോമസിന് ഒരു അനുഗ്രഹം കിട്ടിയാൽ അതിൽ നിന്ന് എനിക്കൊരു കഷ്ണമൊന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ എൻ്റെ മനസ്സിൽ ഒരു സന്തോഷമുണ്ടാവും. കാരണം തോമസിൻ്റെ ആ ഭയാനകമായ അവസ്ഥയ്ക്ക് പ്രാർത്ഥിച്ചിട്ട് ദൈവം തോമസിനൊരു നീക്കുപോക്ക് കൊടുത്തല്ലോ. അപ്പം തോമസിനൊരു നന്മ ലഭിക്കുന്നത് എനിക്ക് സന്തോഷം. എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവം ഉണ്ടല്ലോ എന്നുള്ളത് എനിക്ക് വലിയ പ്രത്യാശയും. അതിൽ സ്വാർത്ഥത ഒന്നുമില്ല. അപ്പം ഈ സ്വാർത്ഥത ഇല്ലാത്ത പ്രാർത്ഥനയാണ് ശ്രേഷ്ഠമായ പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. ഇനി നമുക്ക് ബൈബിളിൽ നിന്ന് ശ്രേഷ്ഠമായ പ്രാർത്ഥന പ്രാർത്ഥിച്ച ഒരു സഹോദരിയെ നമുക്കൊന്ന് എടുക്കാം. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം. വളരെ നോട്ടബിളായിട്ട് പഠിക്കേണ്ട ഒരു വ്യക്തിയാണ് ഈ ഹന്ന എന്ന് പറയുന്ന സ്ത്രീ. അവരെക്കുറിച്ച് കുറേ കാര്യങ്ങൾ ഞാൻ പറയാം. ആവശ്യമുള്ളത് മാത്രം നമുക്ക് വായിക്കാം. എൽക്കാന എന്നു പേരുള്ള ഒരു മനുഷ്യൻ, അദ്ദേഹത്തിൻ്റെ 2 ഭാര്യമാരുണ്ടായിരുന്നു. ഹന്നയാണ് ആദ്യത്തെ ഭാര്യ, പെനീനയാണ് 2ാമത്തെ ഭാര്യ. എന്തുകൊണ്ട് അദ്ദേഹം 2 കല്യാണം കഴിച്ചു അതൊന്നും ഇതിനകത്തില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഹന്നയ്ക്ക് കുട്ടികൾ ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ
തൻ്റെ ആദ്യ ഭാര്യയിൽ കുട്ടികളില്ലാഞ്ഞത് കൊണ്ട് തനിക്ക് കുഞ്ഞുങ്ങൾ വേണമെന്ന ആഗ്രഹം കൊണ്ടായിരിക്കാം ഈ എൽക്കാന രണ്ടാമത് കല്യാണം കഴിച്ചത്. അതൊക്കെ ഊഹമാണ്, നമുക്കറിയില്ല. എന്തായിരുന്നാലും ഹന്നയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല, പെനിയനയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അവിടെ എഴുതി വെച്ച ഒരു കാര്യമുണ്ട്. ഈ കുഞ്ഞുങ്ങൾ ഉള്ള പെനീനയുടെ മുമ്പിൽ ഹന്ന അപഹാസ്യായിരുന്നു. ഹന്ന എപ്പോഴും വീട്ടിൽ പരിഹസിക്കപ്പെട്ടിരുന്നു കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ. ഈ കുഞ്ഞുങ്ങളില്ലാതെ വരുന്നത് ആരുടെങ്കിലും തിന്മയാണോ? ആണോ? അല്ലെന്നേ. എത്ര ആളുകളുണ്ട് ഈ ഭൂമിയിൽ കുഞ്ഞുങ്ങളില്ലാത്തവര്. ഇപ്പം മേലൂടെ ഒരു മോഹൻ ബാസ്റ്റർ, നമ്മളൊക്കെ അറിയുന്നവർ, അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളുണ്ടോ? ഇല്ല. എനിക്കറിയുന്ന ജോയ് വടുക്കൂട്ട് എന്ന പേരിലൊരു സഹോദരൻ ഇവിടെയൊക്കെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് കുഞ്ഞുങ്ങളില്ല. സിൽവസ്റ്റർ ഏഴുമല എന്ന് പറയുന്ന ഈ സ്വതന്ത്ര സഭകൾക്കൊരു കൂട്ടായ്മ സംഘടിപ്പിച്ചു കൊടുത്ത സിൽവസ്റ്റർ അച്ഛൻ, അല്ലെങ്കിൽ ബ്രദർ സിൽവസ്റ്റർ എന്ന് പറയുന്ന ആൾക്ക് മക്കളില്ല. അതങ്ങനെയാണ്, അങ്ങനെ ആയിപ്പോയി. വാട്ട് ക്യാൻ വി ഡു? അവർക്ക് അതിനുള്ള അവസരം ദൈവം കൊടുത്തില്ല, അത്രേ ഉള്ളൂ. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? അവർക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവഹിതമാണെങ്കിൽ ദൈവം നടത്തി കൊടുക്കട്ടെ. ശ്രദ്ധിക്കണേ, ഈ സ്ത്രീ ഹന്ന തൻ്റെ ഭർത്താവിനോടൊപ്പം എല്ലാ കൊല്ലവും ജെറൂസലേമിൽ പോയി ദൈവത്തോട്, അല്ലെങ്കിൽ ജെറൂസലേമിലല്ല, ഇത് ഷീലോയിലാണ് അക്കാലത്ത് ആരാധന നടത്തിയിരുന്നത്. ജെറൂസലേമിൽ എന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണ്, പിൻവലിച്ചു. അക്കാലത്ത് യഹോവയുടെ പെട്ടകം ഇരുന്നിരുന്നത് ഷീലോയിലാണ്. അതുകൊണ്ട് ഇവർ ഷീലോയിൽ പോയി ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു. എത്രയോ വർഷം ഹന്ന തനിക്ക് നേരിടുന്ന ഈ പരിഹാസ്യമായ നിലയിൽ നിന്ന് മോചനം കിട്ടേണ്ടതിന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പക്ഷെ ദൈവമുള്ള പ്രാർത്ഥന കേട്ടോ? ദൈവമുള്ള പ്രാർത്ഥന കേട്ടില്ല. എത്രയോ വർഷം അവൾ പ്രാർത്ഥിച്ചു, അവൾക്ക് കുഞ്ഞുങ്ങളുണ്ടായില്ല. എന്നാൽ ഒരു ദിവസം അവൾ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. 11-ാമത്തെ വാക്യം. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ കർത്താവേ, ഈ ദാസിയുടെ സങ്കടം കണ്ട് അങ്ങ് എന്നെ അനുസ്മരിക്കണമേ. അങ്ങയുടെ ദാസിയെ വിസ്മരിക്കരുതേ. എനിക്കൊരു പുത്രനെ നൽകിയാൽ അവന്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും. പ്രൈസ് ദി ലോർഡ്. മുമ്പ് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളിൽ നിന്ന് ഈ കൊല്ലത്തെ ഹന്നയുടെ പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അവൾ പ്രാർത്ഥിച്ചത്, അങ്ങ് എൻ്റെ മേലുള്ള ഈ നിന്ന മാറ്റി അങ്ങ് എനിക്കൊരു മകനെ തരണം, ഒരാൺകുട്ടിയെ തരണം. ഈ ആൺകുട്ടിയെ അവൾ ചോദിച്ചത് തനിക്കൊരാൺ സന്തതി ഉണ്ട് എന്ന് അഭിമാനിക്കാനാണോ, താനും മച്ചിയല്ല എന്ന് കാണിക്കാനാണോ? അല്ല. അവൾ ജെറൂസലേമിൽ വരുമ്പോഴൊക്കെ കാണുന്ന ചില നീതികേടുണ്ട്. എന്താണ് ആ നീതികേട്? അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം മാത്രം ഒന്ന് വായിക്കാം. ഏലിയുടെ പുത്രന്മാരായ ഹോഫ്നിയും ഫിനെഹാസുമായിരുന്നു അവിടെ കർത്താവിൻ്റെ പുരോഹിതന്മാർ. ഇനി 2-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ കാണുന്നു, ഏലിയുടെ പുത്രന്മാർ ദുർമാർഗികളും കർത്താവിനെ ബഹുമാനിക്കാത്തവരുമായിരുന്നു. ഇനി 22-ാമത്തെ വാക്യത്തിൽ കാണുന്നു, തൻ്റെ പുത്രന്മാർ ഇസ്രായേൽ ജനത്തോട് ചെയ്തിരുന്നതെല്ലാം അവൻ കേട്ടു. സമാഗമ കൂടാരത്തിൻ്റെ പ്രവേശന കവാടത്തിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീകളോടൊത്ത് അവൻ ശയിച്ചിരുന്ന വിവരവും അവൻ അറിഞ്ഞു. അവനെന്ന് വെച്ചാൽ ഇവരുടെ അപ്പനായ ഏലി അറിഞ്ഞു എന്ന്. അപ്പോ ഈ ഏലിയാണെങ്കിൽ കാഴ്ച നഷ്ടപ്പെട്ട്
ഉൾക്കാഴ്ച നഷ്ടപ്പെട്ട് ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് വേറിട്ട് പുത്രസ്നേഹം അന്ധനാക്കിയത് കൊണ്ട് തൻ്റെ മക്കൾ ചെയ്തിരുന്ന തോന്നിവാസം മുഴുവൻ അവൻ അനുവദിച്ചു കൊടുത്തു. അങ്ങനെയുള്ള ഒരു ദുഷിച്ച കാലഘട്ടമായിരുന്നു അത് എന്ന് മനസ്സിലാക്കണം. ഈ ന്യായാധിപന്മാർ ന്യായം നടത്തിക്കൊണ്ടിരുന്ന കാലം, അത് ഒരു പേജ് പുറകോട്ട് വലിച്ചാൽ നമ്മൾ ആ ന്യായാധിപന്മാരുടെ കാലത്ത് എങ്ങനെയാണ് ജനം ജീവിച്ചിരുന്നത് എന്ന് അറിയണമെങ്കിൽ ഒരു വാക്യം വായിച്ചാൽ മതി. ന്യായാധിപന്മാരുടെ പുസ്തകം അതിൻ്റെ 21-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം. അക്കാലത്ത് ഇസ്രായേലിൽ രാജാവില്ലായിരുന്നു. ഓരോരുത്തരും തനിക്ക് യുക്തമെന്ന് തോന്നിയത് ചെയ്തിരുന്നു. കണ്ടോ? ഈ പശ്ചാത്തലത്തിലാണ് ഹന്നയുടെ പ്രാർത്ഥന. അപ്പൊ അവൾ തനിക്കൊരു മകനെ തരണം എന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ലക്ഷ്യം ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങളോട് പറയാം. ഇസ്രായേൽ ജനം എന്ന ദൈവത്തിൻ്റെ ജനത്തെ നേർവഴിയിലൂടെ നയിക്കാൻ യഹോവേ അങ്ങ് നിയമിച്ചവരെല്ലാം കൊള്ളരുതാത്തവരായി പോയി, അതുകൊണ്ട് ജനം കെട്ടവരായി ജീവിക്കുന്നു. അങ്ങ് എനിക്കൊരു ആൺസന്തതിയെ തന്നാൽ അവനെ ഞാൻ അങ്ങേക്ക് കൊള്ളാവുന്നവനായി വളർത്തി അങ്ങേക്ക് തന്നെ തരും. മനസ്സിലായോ? ഇതായിരുന്നു അവളുടെ മനസ്സിലുള്ള ആഗ്രഹം. അതുകൊണ്ട് നോക്കിയേ, അവൾ പറയാണ്, അങ്ങ് എനിക്കൊരു പുത്രനെ നൽകിയാൽ അവൻ്റെ ജീവിതകാലം മുഴുവൻ അവനെ ഞാൻ അങ്ങേക്ക് പ്രതിഷ്ഠിക്കും, അവൻ്റെ ശിരസിൽ ക്ഷൗരക്കത്തി സ്പർശിക്കുകയില്ല. എന്ന് വെച്ചാൽ അവനെ നാസീർ വ്രതക്കാരനായി ഞാൻ വളർത്തി ദൈവ മഹത്വം മാത്രം ലക്ഷ്യമാക്കി ജീവിക്കുന്ന ഒരുവനാക്കി ഞാൻ അവനെ വളർത്തി കൊണ്ടുവരാം എന്നതായിരുന്നു അവളുടെ പ്രതിഷ്ഠ. അതിന് ടപ്പേന്ന് മറുപടി വന്നു. മനസ്സിലായോ? അപ്പം നാം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കൊണ്ട് ദൈവത്തിൻ്റെ രാജ്യത്തിന് എന്തെങ്കിലും വർധന ഉണ്ടാകുമോ? ദൈവത്തിന് ഏതെങ്കിലും തരത്തിൽ മഹത്വം കിട്ടുന്ന ഒരു കാര്യത്തിന് വേണ്ടിയാണോ നീ പ്രാർത്ഥിക്കുന്നത് എങ്കിൽ മറുപടി എപ്പോൾ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. മനസ്സിലായോ? ഇവിടെയാണ് നമ്മൾ നമ്മുടെ ഈ തല്ലിപ്പൊളി പ്രാർത്ഥനാ രീതി മാറ്റേണ്ടത്. മനസ്സിലായോ? പല ആളുകളും എന്നോട് പറയും, ബ്രദറെ, എൻ്റെ ഭർത്താവ് ഭയങ്കര മദ്യപാനിയാണ്, അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ എന്തുമാത്രം പ്രാർത്ഥിച്ചു എന്നറിയോ? ഞാൻ പറഞ്ഞു, നിന്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറണമെന്ന് നീ പ്രാർത്ഥിച്ചാൽ അതിൽ ദൈവത്തിന് എന്തത്ര വലിയ താല്പര്യം? നിന്റെ ഭർത്താവ് കുടി നിർത്തിയ ആർക്കാ ഗുണം? നിനക്കല്ലേ? നീ ദൈവത്തെക്കുറിച്ച് ചിന്തിച്ചോ? നിന്റെ ഭർത്താവ് കുടി മാറ്റണമെങ്കിൽ ഒരു ഒറ്റമൂലി ഞാൻ പറഞ്ഞു തരാം. മദ്യപാനം കൊണ്ട് നട്ടം തിരിയുന്ന മുഴുവൻ കുടുംബങ്ങളെ ഓർത്ത് എല്ലാ മദ്യപാനികൾക്കും വേണ്ടി നീ കരയാൻ തുടങ്ങിയാൽ ദൈവത്തിനൊരു പക്ഷേ നിന്നോട് മനസ്സലിവ് തോന്നും. ഇത് നീ ചരയ്ക്കുന്നത് നിനക്ക് വേണ്ടിയിട്ടാ, നിന്റെ സ്വാർത്ഥ ആവശ്യങ്ങൾ നിറവേറ്റാനാ നീ പരിശ്രമിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥനയുടെ ചക്രവാളം ഒന്ന് വിശാലമാക്കുക. ഞാനും എൻ്റെ കുടുംബവും മാത്രമല്ല ഈ ലോകത്തിലുള്ളത്, വേറെയും കോടാനുകോടി ആളുകൾ ഇവിടെ ഉണ്ട്. പക്ഷെ ഈ വിശാലമായ ഭൂമിയിൽ ദൈവമാരാണെന്നും ദൈവത്തിൻ്റെ നീതി എന്താണെന്നും അറിയുന്ന എത്ര ശതമാനം ജനങ്ങളുണ്ട്? ആ ചെറിയ ശതമാനം ജനമായ നാമും സ്വന്തം കാര്യത്തിന് വേണ്ടിയാണ് ഈ കവിഴ്ന്നു കിടന്ന് പ്രാർത്ഥിക്കുന്നത് എങ്കിൽ ദൈവം നമ്മുടെ തല ചവിട്ടി തകർക്കുന്നില്ലെങ്കിൽ അത് അവിടുത്തെ ദയ മാത്രമല്ലേ ആകുന്നുള്ളൂ. മനസ്സിലായോ? അങ്ങനെയുള്ള പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവമുണ്ടെങ്കിൽ എൻ്റെ ദൃഷ്ടിയിൽ ആ ദൈവം പൊട്ടനാണ്.
ബുദ്ധിയില്ലാത്ത കഴുത. പക്ഷെ ദൈവം കഴുതയല്ല. അതുകൊണ്ട് ദൈവത്തിന് എപ്പോഴും ഒരു ശേഷിപ്പ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു, ഇപ്പോഴുമുണ്ട്, ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് പ്രാർത്ഥനയുടെ രീതി ഒന്ന് മാറ്റി. എൻ്റെ 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 സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ ഇങ്ങനെ ഒരു വാക്യമുണ്ട്, വായിക്കാൻ എന്താ ഞാൻ പറഞ്ഞോളാം. കന്നട്ടയ്ക്ക് 2 പുത്രിമാരുണ്ട്. അവർ പ്രാർത്ഥിക്കുന്ന എന്താണ്? തരിക 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 എന്ന് യാചിച്ചു കൊണ്ടിരിക്കുന്ന 2 കന്നട്ടകൾ. അത്തരക്കാരെ അല്ല ദൈവം ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുന്ന ആളുകൾ. അത് പ്രവാചക ഗ്രന്ഥത്തിൽ ദൈവം ഇങ്ങനെ പറഞ്ഞു, ഈ ജനത്തിൻ്റെ തിന്മകൾക്കെതിരെ, ഇവരുടെ ദുസ്വഭാവങ്ങൾക്കെതിരെ ഇടിവിൽ നിന്ന് എന്നോട് പ്രാർത്ഥിക്കുന്ന ഒരുവനെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു നോക്കി, കണ്ടില്ല. മനസ്സിലായോ? ഇന്ന് നമ്മുടെ നാട്ടിൽ നടക്കുന്ന എത്ര കൊള്ളരുതായ്മകളുണ്ട്. ഇതൊന്നും നേരെയായി നമ്മുടെ ദേശം നന്നാവണം എന്നൊരാഗ്രഹം നമുക്ക് വേണ്ടേ? ദൈവത്തെ അറിയാത്ത ജാതികൾ, പാപത്തിൽ ജീവിക്കുന്നവർ പ്രാർത്ഥിച്ചിട്ട് ദൈവം ഏതായാലും കേൾക്കില്ല. അപ്പൊ ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ ആര് പ്രാർത്ഥിക്കണം? പ്രാർത്ഥന എന്താണെന്നും പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് അറിയുന്ന നമ്മൾ പ്രാർത്ഥിച്ചെങ്കിലല്ലേ കാര്യം നടക്കുള്ളൂ. ആ നമ്മൾ പോലും കുമ്പിട്ടിരുന്നു കൊണ്ട് ഇങ്ങനെ കുശുകുശിക്കാണ്. എൻ്റെ കാര്യം, എൻ്റെ കാര്യം, എൻ്റെ മോൻ്റെ കാര്യം, എൻ്റെ മോളുടെ കാര്യം, എൻ്റെ പേരക്കുട്ടികളുടെ കാര്യം, എൻ്റെ ബന്ധുക്കളുടെ കാര്യം. എന്തൊരു കഷ്ടം ഇത്! മാറ്റം വരണം. ഹന്ന ഈ ഉദ്ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. ഇനി അവളുടെ മനസ്സിലുണ്ടായിരുന്നത് സ്വന്തം ഇഷ്ടമല്ല എന്ന് തെളിയിക്കാൻ ആ 1-ാം അധ്യായത്തിൻ്റെ തന്നെ 21-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. ഏൽക്കാന കുടുംബസമേതം കർത്താവിന് വർഷം തോറുമുള്ള ബലിയർപ്പിക്കാനും നേർച്ച നിറവേറ്റാനും പോയി. എന്നാൽ ഹന്ന പോയില്ല. അവൾ ഭർത്താവിനോട് പറഞ്ഞു, കുഞ്ഞിന്റെ മുല കൂടി മാറട്ടെ, അവൻ കർത്തൃസന്നിധിയിൽ പ്രവേശിച്ച് എന്നേക്കും അവിടെ വസിക്കുന്നതിന് അപ്പോൾ കൊണ്ടുവന്നുകൊള്ളാം. പ്രൈസ് ദി ലോർഡ്. അവള് പറഞ്ഞു, യഹോവയുടെ സന്നിധിയിൽ പോകേണ്ടതും ആരാധിക്കേണ്ടതും ഒക്കെ ഇമ്പോർട്ടൻ്റാ. പക്ഷേ എനിക്കിപ്പോൾ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് യഹോവയുടെ സന്നിധിയിൽ എന്നും നിലനിന്നുകൊണ്ട് ശുശ്രൂഷിക്കാൻ പാകത്തിൽ ഈ കുഞ്ഞിന് ആത്മീയമായും ശാരീരികമായും ആരോഗ്യമുള്ളവനായി വളർത്തുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് നിങ്ങൾ മറ്റോളെയും വിളിച്ചിട്ട് പൊക്കോ, ഞാൻ വരണില്ല എന്ന് പറഞ്ഞു. നമ്മൾ മക്കളെ വളർത്തുന്നവരാണല്ലോ. നിങ്ങൾക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട് നിങ്ങളുടെ മകൻ വളർന്നു വരുമ്പോൾ ഒരു കർത്താവിനെ പ്രഘോഷിക്കുന്ന ഒരുവനാക്കി മാറ്റണം? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? മുട്ടയെന്ന് വിരിയുന്നതിന് മുമ്പ് അച്ഛ അമ്മ എന്ന് ആ കുട്ടി പറയാൻ പ്രാപ്തനാകുന്നതിന് മുമ്പ് ആ കുഞ്ഞിനെ പഠിപ്പിക്കും. ABCD, പറയടാ ABCD. യേശുവേ സ്തോത്രം എന്ന് പറയാൻ പഠിപ്പിക്കില്ല. ഹല്ലേലൂയ എന്ന് പറയാൻ പഠിപ്പിക്കില്ല. സൺഡേ സ്കൂളിന് വിടില്ല. 1-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് തന്നെ 3 ട്യൂഷനുണ്ടാവും അല്ലേ? അപ്പൊ ഈ പിള്ളേർ വലുതായി വരുമ്പോൾ നിന്റെ കടവയറ്റത്തിൽ ഇവൻ്റെ ചവിട്ട് കൊണ്ടിട്ട് പിന്നെ ഇവിടെ വന്നിട്ട് എൻ്റെ കുട്ടി മോശമാണെന്ന് പറയേണ്ട എന്താ കാര്യം? നീ അവനെ ആ നല്ല ഉദ്ദേശത്തോടു കൂടി വളർത്തിയിട്ടുണ്ടോ? നീ ആ കുഞ്ഞിന് മുല കൊടുക്കുമ്പോ ഈ കുഞ്ഞിനോട് എന്താ പറഞ്ഞുകൊണ്ടിരുന്നേ? ഹന്ന ഈ കുഞ്ഞിന് മുല കൊടുത്തുകൊണ്ടിരുന്നപ്പോ പറഞ്ഞത്, കുഞ്ഞ് നീ ഇന്ന് തീരെ ചെറിയവനാ, പക്ഷേ നീ മഹാനായി തീരേണ്ടവനാ. നീ ഇസ്രായേലിന് ന്യായപാലനം നടത്തേണ്ടവനാ. നീ രാജാക്കന്മാരെ അഭിഷേകം ചെയ്യേണ്ടവനാ. ഇതാണ് മുലപ്പാലിലൂടെ ഹന്ന ആ കുഞ്ഞിന് നൽകിയത്. നിങ്ങൾക്കറിയോ,
ഈ ശമൂവേല് വളർന്നു വന്നിട്ട് ഇസ്രായേലിൻ്റെ ന്യായപാലനം ചെയ്യുന്നവനായിരുന്നു. 2 രാജാക്കന്മാരെ ഇസ്രായേലിന് വേണ്ടി അഭിഷേകം ചെയ്തവനാണ്. പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് ഒരു സാമ്പിളാക്കി ഒരു നല്ല എക്സാമ്പിളായിട്ട് എടുക്കണമെങ്കിൽ ഈ ശമൂവേൽ പ്രവാചകന്റെ താഴെ ബാക്കിയുള്ളവരൊക്കെ നിൽക്കുള്ളൂ. ഇവൻ ഇങ്ങനെ ആയിത്തീർന്നതിന് പ്രധാന ഉത്തരവാദി ആരാ? ഇവന്റെ അമ്മയാ. ഒരു സംശയവും വേണ്ട. ഞാനിത് പറയുമ്പോൾ ദൈവം എൻ്റെ പക്ഷത്താണ് നിൽക്കുന്നത് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. കുഞ്ഞുങ്ങള് കാര്യങ്ങൾ കണ്ടും കേട്ടും പഠിക്കുന്ന ആരിൽ നിന്നാ? അമ്മയിൽ നിന്നാ. കാരണം കുഞ്ഞുങ്ങൾ കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അമ്മമാരോടൊത്ത. പക്ഷെ അമ്മമാര് കാട്ടിക്കൂട്ടുന്നത് കണ്ടിട്ടാണ് ഈ കുട്ടികൾ വളരുന്നതെങ്കിൽ ഇവരുടെ സ്ഥിതി എന്താ? ദയനീയം. എന്തത്ര സംശയം? ദയനീയം. പ്രിയപ്പെട്ടവരെ, കുറെ എണ്ണത്തിന് ഉണ്ടാക്കിയിട്ടിട്ട് കാര്യമൊന്നുമില്ല. ഇതിനെ വളർത്തിക്കൊണ്ടുവരേണ്ടത് പഠിക്കണം. അത് ബൈബിളിൽ എഴുതി വച്ചിരിക്കുക. ഇനി അടുത്തൊരു വാക്യം കൂടെ കാണിച്ചു തരാം. 23-ാമത്തെ വാക്യം. ഏൽക്കാന അവളോട് പറഞ്ഞു, നിന്റെ യുക്ത പോലെ ചെയ്തു കൊള്ളുക. അവന്റെ മുലകുടി മാറട്ടെ. കർത്താവിനോടുള്ള വാക്ക് നിറവേറ്റിയാൽ മതി. അങ്ങനെ അവൾ കുഞ്ഞിന്റെ മുലകുടി മാറുന്നത് വരെ വീട്ടിൽ താമസിച്ചു. അതിനുശേഷം 3 വയസ്സുള്ളൊരു കാളക്കുട്ടി, ഒരു ഏഫമാവ്, ഒരു കുടം വീഞ്ഞ് എന്നിവയോടുകൂടെ അവൾ അവനെ ഷീലോയിൽ കർത്താവിൻ്റെ ആലയത്തിൽ കൊണ്ടുവന്നു. മുലകുടി മാറുന്ന പ്രായം എന്ന് പറയുമ്പോൾ ഒരമ്മയ്ക്ക് ആ കുഞ്ഞിനെ വളർത്തിയിട്ട് കൊതി മാറി കാണോ? അപ്പോഴും അവൾ ആ കുഞ്ഞിനെ കൊണ്ടുപോയി ദൈവസന്നിധിയിൽ കൊണ്ടിട്ടു. ഇനി മോനെ, നീ വളരേണ്ടത് ഇവിടെയാ. ഈ ശമൂവേൽ ഒരു മഹാനായില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ, അല്ലേ? അപ്പൊ ആ കുഞ്ഞിനെ അവൾക്ക് വേണം എന്ന് പറഞ്ഞത്, ആഗ്രഹിച്ചത് അവൾക്കൊരു കുഞ്ഞുണ്ടായിട്ട് പെനീന എന്ന് പറയുന്ന മറ്റേ ഭാര്യയുടെ നിന്ദയിൽ നിന്ന് മോചനം നേടാനായിരുന്നോ? അല്ല. അവളുടെ മനസ്സിന്റെ ആഗ്രഹം എന്താണെന്ന് കണ്ട കർത്താവ് ഒരൊറ്റ പ്രാർത്ഥനയ്ക്ക് മറുപടി കൊടുത്തു. ആ ദൈവം തന്നെ ഇന്നും ദൈവം. ഇനി ഞാൻ നിങ്ങളോട് ഈ ആഴ്ചയിൽ എനിക്കുണ്ടായ ഒരു അനുഭവം പറയാം. നമ്മുടെ ബഹ്റിനിൽ നിന്നുള്ള വിൻസെന്റിന്റെ മകന്റെ കല്യാണമാണ് ഈ വരുന്നത്. ഇത് തീരുമാനിച്ചിരുന്നത് ഡിസംബർ മാസത്തിൽ അവസാനത്തിൽ ഇതിൻ്റെ എൻഗേജ്മെന്റ്, പിന്നെ ഡിസംബർ ആദ്യത്തിൽ കല്യാണം. ജനുവരി ആദ്യത്തിൽ കല്യാണം, ഡിസംബർ അവസാനത്തിൽ എൻഗേജ്മെന്റ്. ഈ ഡേറ്റൊക്കെ മാസങ്ങൾക്ക് മുമ്പ് തീരുമാനിക്കപ്പെട്ടതാണ്. ഞാൻ എൻ്റെ ഡയറിയിൽ എഴുതി വച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ ദിവസം ബഹ്റിനിൽ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ജനുവരി 3-നാണ് എൻഗേജ്മെന്റ്, 6-നാണ് കല്യാണം. അപ്പം എനിക്കൊരു തോന്നുന്നു, അങ്ങനെയല്ലല്ലോ സംഗതി. അപ്പം ഞാൻ ഡയറി എടുത്തു നോക്കിയപ്പോൾ അതിൽ വ്യത്യാസം കണ്ടു. പക്ഷെ ഒരാൾ 2 കാര്യം പറഞ്ഞാൽ ഏതെടുക്കേണ്ടത്? ഒരാൾ 2 വ്യത്യസ്ത കാര്യം പറഞ്ഞാൽ ഏതെടുക്കേണ്ടത്? അവസാനം പറഞ്ഞു എടുക്കണം. അതല്ല എൻ്റെ ശരി. അങ്ങനെ ഞാൻ ജനുവരി 1-ാം തീയതി തിങ്കളാഴ്ച, ആ തിങ്കളാഴ്ച കുഴിവേലിപ്പടി ധ്യാനം ആരംഭിക്കും. ആ ബുധനാഴ്ച എനിക്ക് കുഴിവേലിപ്പടിയില്ല ശുശ്രൂഷ. ആ കുഴിവേലിപ്പടി ധ്യാനം നടക്കുന്ന അന്ന് കാലത്ത് 6:30 മുതൽ 8 മണി വരെ ഇവിടെ ഒരു സൂം മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ ഉണ്ടാവണം. ഇത് കഴിഞ്ഞ് 8 മണിക്ക് പന്തം കണ്ട പെരിച്ചാഴിയെ പോലെ ഓടിയെങ്കിൽ എനിക്ക് 10 മണിയാകുമ്പോൾ കുഴിവേലിപ്പടിയിൽ എത്താൻ പറ്റുള്ളൂ. പിന്നെ 4:30 മണിക്കാണ് എൻ്റെ അവിടുത്തെ ശുശ്രൂഷ തീരുക. അപ്പം സൂമിന് വേണമെങ്കിൽ നമുക്ക് വേറെ ആരെങ്കിലും ഏൽപ്പിക്കാം. അതിപ്പോൾ യാഫത്തിനെ ഏൽപ്പിച്ചാലും യാഫത്ത് ചെയ്തോളും. പക്ഷേ ഈ കുഴിവേലിപ്പടിയിലെ പരിപാടി എങ്ങനെ മാറ്റും? ഈ എൻഗേജ്മെന്റിന് എങ്ങനെ പോകാതിരിക്കും?
എനിക്ക് ഒരു സമയത്ത് ഒരു സ്ഥലത്താകാൻ മാത്രമേ പറ്റുള്ളൂ. എനിക്ക് ഒരിക്കലും ഒരേ സമയത്ത് രണ്ടിടത്താകാനുള്ള ദിവ്യശക്തിയില്ല. ഞാൻ പറഞ്ഞു, എൻ്റെ കർത്താവേ, സഭയിൽ നടക്കുന്ന ഒരു എൻഗേജ്മെൻ്റ് ആയതുകൊണ്ട് പോകാതിരിക്കാൻ പറ്റില്ല, പോകാനും പറ്റില്ല, ഒരു വഴി തുറന്നു തരണേ. ഇത്രേ കുറച്ചുള്ളൂ. ഈ കഴിഞ്ഞ ആഴ്ച, അതായത് 6-ാം തീയതി ബുധനാഴ്ച കുഴിവേലിപ്പടിയിൽ ധ്യാനമായിരുന്നു. അപ്പം ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ ഗേറ്റ് പൂട്ടിയിട്ടിരിക്കുന്നുണ്ട്. കാറ് ഞാൻ പുറത്ത് തന്നെ നിർത്തി വന്ന് ഗേറ്റ് തുറക്കുന്ന നേരത്ത് അവിടുത്തെ ഷാജി പാസ്റ്റർ എൻ്റെ അടുക്ക് കൊണ്ട് പറഞ്ഞു, ബ്രദറെ ഞാൻ തുറന്നു തരാം. ഞാൻ പറഞ്ഞു, ഏതായാലും ഇപ്പം ഞാൻ കാറിൽ നിന്ന് ഇറങ്ങിയില്ലേ, ഇനി ഞാൻ തന്നെ തുറന്നോളാം എന്ന് പറഞ്ഞ് ഗേറ്റ് തുറന്നിട്ടു. കാറകത്തേക്ക് കയറ്റുന്നതിന് മുമ്പ് പറയണ്, ജനുവരി 3-ാം തീയതി ആണല്ലോ ബ്രദറിൻ്റെ ക്ലാസ്. ഞാൻ പറഞ്ഞു, അതെ, അതൊന്ന് ചൊവ്വാഴ്ചയ്ക്കാക്കി മാറ്റാൻ വല്ല മാർഗമുണ്ടോ? ഇത് ചൊവ്വാഴ്ചയ്ക്കാക്കി മാറ്റി കിട്ടേണ്ടത് ആരുടെ ആവശ്യമാണ്? ഇത് ചൊവ്വാഴ്ചയ്ക്ക് ആക്കി കിട്ടേണ്ടത് ആരുടെ ആവശ്യമാണ്? എൻ്റെ ആവശ്യമാണ്. അപ്പം ഞാൻ അദ്ദേഹത്തിൻ്റെ മുമ്പിലും മാന്യൻ, വിൻസെൻറ്റിൻ്റെ മുമ്പിലും മാന്യൻ. പക്ഷെ ഇത് അവരോട് പറയാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ എൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ ദൈവം ഞാൻ അദ്ദേഹത്തോട് ചോദിക്കാൻ ഇടവരുത്താതെ എൻ്റെ കാര്യം നടത്തി തന്നു. ആ മഹാനായ ദൈവത്തിന് ഇരിക്കട്ടെ ഒരു സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഇത്രയേ ഉള്ളൂ പ്രാർത്ഥന. നിന്റെ മനസ്സിൻ്റെ ആഗ്രഹം നിന്റെ സ്വന്തം ഇഷ്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ, നിന്റെ സ്വാർത്ഥമായ നേട്ടങ്ങളൊന്നും ലക്ഷ്യമല്ലെങ്കിൽ, ദൈവസഭയുടെ മുന്നോട്ടുള്ള പോക്കിന് അനുകൂലമാണെങ്കിൽ നീ ഇരുന്ന് ഇങ്ങനെ രാവണ്ട. നീ ദൈവത്തോട് അതിനു വേണ്ടി പ്രാർത്ഥിക്കുക പോലും ചെയ്യണ്ട. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം. അത് ഇനി 6ആണെന്ന് തോന്നുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 7-ാമത്തെയും 8-ാമത്തെയും വാക്യങ്ങൾ. പ്രാർത്ഥിക്കുമ്പോൾ വിജാതീയരെ പോലെ നിങ്ങൾ അതിഭാഷണം ചെയ്യരുത്. ഈ ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അതെന്താണ്? അതിഭാഷണം. ഒരു കാര്യം തന്നെ 100 പ്രാവശ്യം ആവർത്തിക്കുക, അതാണല്ലോ ഈ അതിഭാഷണം. ജാതികളെ പോലെ ജൽപ്പനം ചെയ്യരുതെന്ന് ഇതും പറയുന്ന കർത്താവ് തന്നെയാട്ടാ. അപ്പൊ ലൂക്കോസ് 18 ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത് അദ്ദേഹം സഭയെ ഭംഗിയായിട്ടൊന്ന് ട്രോൾ ചെയ്തല്ലേ? ആണോ അല്ലയോ എന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. കാരണം നിങ്ങൾ എന്താ ഭക്ഷണം കഴിക്കുന്നത് എനിക്കറിയില്ലോ. ഞാൻ കഴിക്കുന്ന അരിയാഹാരമാണ്. അതുകൊണ്ട് എന്നോട് കർത്താവ് പറയുന്നത് ഇങ്ങനെ ഇടപെടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനല്ല. പ്രാർത്ഥിക്കുന്ന നീ വിശുദ്ധിയോടെ പ്രാർത്ഥിക്കണം. നിന്റെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ കർത്താവിൻ്റെ മുമ്പിൽ നീ ചെല്ലണ്ട. കാരണം നീ ചോദിക്കുന്നതിന് മുമ്പ് നിനക്കത് ആവശ്യമാണെന്ന് ദൈവത്തിന് അറിയാം. താഴോട്ട് വായിച്ച അവിടെ കിടപ്പുണ്ടത്. അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു. താങ്കളുടെ അല്ല, തങ്ങളുടെ. അതിഭാഷണം വഴി തങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമെന്ന് അവർ കരുതുന്നു. നിങ്ങൾ അവരെ പോലെ ആകരുത്. നിങ്ങൾ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ പിതാവ് അറിയുന്നു. കറക്റ്റ്. നമ്മുടെ ന്യായമായ ആവശ്യങ്ങൾ, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അല്ല പറയുന്നത്. ഞാൻ കർത്താവിനോട് പറയണം, കർത്താവേ എനിക്ക് ഒരു മാരുതി കാറുണ്ടല്ലോ, സന്തോഷം, അതൊന്ന് റോൾസ് റോയ്സ് ആക്കി തരുമോ? ആവശ്യമുള്ള കാര്യമാണോ? പോക്കിരിത്തരം. എൻ്റെ ജഡികമായ ആഗ്രഹങ്ങളും കൊണ്ട് ദൈവസന്നിധിയിൽ ചെല്ലരുത്. ഒരു മോട്ടോർ സൈക്കിളിന് പോലും ഗതിയില്ലാത്ത എനിക്ക് ഒരു മാരുതി കാറെങ്കിലും തന്ന ദൈവത്തിൻ്റെ കാല് ഞാൻ ജീവിതകാലം മുഴുവൻ നക്കണ്ടേ? അതിനുള്ള യോഗ്യതയല്ലേ എനിക്കുള്ളൂ.
അപ്പൊ എനിക്ക് അർഹിക്കുന്നതിനേക്കാൾ കർത്താവ് കൂടിയത് തന്നിരിക്കെ ഞാൻ പിന്നെയും ചെന്ന് ചൊറിയാൻ ചെല്ലാൻ പാടുണ്ടോ? നമ്മുടെ ആഗ്രഹങ്ങൾക്കൊക്കെ ഒരു പരിധി വെക്കണം. നമ്മുടെ ജഡ അഭിലാഷങ്ങൾ ഇങ്ങനെ പട്ടം പറക്കുന്നത് പോലെ ആകാശത്ത് കിടന്ന് പറക്കാൻ ഇടവരരുത്. യു ഹാവ് ടു ലിവ് വിത്ത് ദ ബെയർ മിനിമം. ഇതുപോലും ഇല്ലാത്ത എത്ര ആളുകളുണ്ട്? നമ്മൾ ജീവിക്കുന്ന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത എത്ര ആളുകൾ ഈ ഭൂമിയിലുണ്ട്? അപ്പൊ ലഭിച്ചതിൽ സംതൃപ്തമായിരുന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തിയല്ലേ വേണ്ടേ? ഇതൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ ദൈവസന്നിധി ചെന്ന് നിൽക്കാൻ. കർത്താവ് പറയണ, നിന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ നീ ചോദിക്കുന്നതിന് മുമ്പേ അറിയുന്ന ഒരു ദൈവം നിനക്കുള്ളത് കൊണ്ട് ജോസെ, നീ എന്തിനാ ഇതിനു വേണ്ടി നേരം കളയുന്നത്? ആ നേരം കൊണ്ട് നീ പ്രയോജനമുള്ള എന്തേലും ചെയ്യ്. നിന്റെ കാര്യം ഞാൻ ഏറ്റു. ഇതല്ലേ മത്തായി 6:33 പറയുന്നത്? നിങ്ങൾ ആദ്യം ദൈവരാജ്യവും നീതിയും അന്വേഷിക്കുക. അപ്പോ നിനക്ക് എന്താണ് അത്യാവശ്യമെന്ന് നീ ചോദിക്കുന്നതിന് മുമ്പേ അറിയുന്ന ദൈവം നിനക്കത് തരും. അവിടെ നമുക്ക് ആശ്വസിച്ചൂടെ? ദൈവത്തിന് സ്തോത്രം. ഇനി നമ്മൾ ആവർത്തിച്ച് പ്രാർത്ഥിക്കേണ്ട കാര്യങ്ങളുണ്ടോ? ഉണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ, മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 44-ാമത്തെ വാക്യം. നമുക്ക് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണത്. എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ശത്രുക്കളെ സ്നേഹിക്കുവിൻ, നിങ്ങളെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മതി. ഞാൻ ഇത് പലരോടും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവരൊക്കെ എന്നോട് പറഞ്ഞുള്ളത്, ബ്രദറെ, ദൈവം അവരെ അനുഗ്രഹിക്കുന്നതിന് ഞാൻ തടസ്സമൊന്നുമല്ല. ദൈവത്തെ തടസ്സപ്പെടുത്താൻ എനിക്ക് കഴിയില്ലല്ലോ. പക്ഷേ എൻ്റെ പ്രാർത്ഥന കൊണ്ട് അവരങ്ങനെ സൂഹിക്കണ്ട. ദൈവം വേണമെങ്കിൽ അവരെ അനുഗ്രഹിച്ചോട്ടെ, പക്ഷെ ഞാനതിന് കൂട്ടുനിൽക്കില്ല. നാം നമ്മുടെ ശത്രുക്കൾക്ക് വേണ്ടി ആണ് പ്രാർത്ഥിക്കേണ്ടത്. ബന്ധുമിത്രാദികൾക്ക് വേണമെങ്കിൽ പ്രാർത്ഥിച്ചോ, കുഴപ്പമില്ല. മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, കുഴപ്പമില്ല. സഹോദരി സഹോദരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ, കുഴപ്പമില്ല. പക്ഷെ നിനക്ക് അതിന് പ്രതിഫലം കിട്ടിയെന്നൊന്നും വരില്ല. പക്ഷെ നിന്റെ ശത്രുക്കൾക്ക് വേണ്ടി നീ പ്രാർത്ഥിച്ചാൽ നിനക്ക് ഈ ഭൂമിയിലും വരാനിരിക്കുന്ന ഭൂമിയിലും പ്രതിഫലം ഗ്യാരണ്ടിയാണ്. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. ഈ കഴിഞ്ഞ ബുധനാഴ്ച, അതോ ഇനി വ്യാഴാഴ്ചയാണെന്നെനിക്ക് നല്ല ഓർമ്മയില്ല, ഞാൻ നീ ആയിരുന്നില്ല, കരുണായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. കരുണ. അപ്പോൾ ബുധനാഴ്ച ഞാൻ കാലത്ത് എഴുന്നേറ്റ് ആ സൂം മീറ്റിംഗ് തുടങ്ങാൻ വേണ്ടി വരുമ്പോൾ എൻ്റെ മൊബൈൽ ഞാൻ അടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ സുഡാൻകാരനായ ഒരു മുസ്ലിമിൻ്റെ ഒരു സാക്ഷ്യം ഞാൻ കേട്ടു. അയാൾ ഒരു ടൈ ഒക്കെ കിട്ടി ടിപ്പ് ടോപ്പായിട്ടാണ് ഇരിക്കുന്ന കറുത്ത മനുഷ്യൻ. സുഡാൻകാർ മുഴുവൻ അങ്ങനെയാണ്. അദ്ദേഹം പറയണം, താൻ ജനിച്ചതും വളർന്നതും ഒരു യാഥാസ്ഥിക മുസ്ലിം കുടുംബത്തിലാണ്. ഈ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ 2 തരക്കാരുണ്ട്. നമ്മൾ കത്തോലിക്കരായിരുന്നപ്പോൾ നമ്മൾ ആരെങ്കിലും ബൈബിള് വായിച്ചിരുന്നോ? ഇല്ലല്ലോ. ഇല്ല, ഞാനും വായിച്ചിരുന്നില്ല. എന്നാ കുർബാനയ്ക്ക് പോകുന്നില്ല, കുമ്പസാരിക്കുന്നില്ല, ആരാധിക്കുന്നില്ല, ക്രിസ്മസ് ആഘോഷിക്കുന്നില്ല, ഈസ്റ്റർ ആഘോഷിക്കുന്നില്ല, എല്ലാം ചട്ടപ്പടി ചെയ്തു പോകുന്നുണ്ട് അല്ലേ? മാമോദീസ, കല്യാണം, പിന്നെ അവരുടെ കുട്ടികൾ മരിച്ചടക്ക്, ഇതിനൊക്കെ ആയിട്ട് നമുക്ക് പള്ളിയായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ചെയ്യുന്ന കാര്യത്തിന് ബൈബിളുമായിട്ട് വല്ല ബന്ധമുണ്ടോയെന്ന് ആരെങ്കിലും പരിശോധിച്ചിരുന്നോ? ഇല്ലല്ലോ. അങ്ങനെയുള്ളൊരു കൂട്ടം മുസ്ലിംസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ. അവർ നല്ലവരാ. എന്നാൽ ഖുറാൻ എന്ന് പറയുന്ന പുസ്തകം നന്നായി വായിച്ച് പഠിച്ച് അതനുസരിക്കുന്നൊരു കൂട്ടരുണ്ട്. അവര് മാനവരാശിക്ക് തന്നെ അപകട മൗദൂദികൾ അല്ലെങ്കിൽ സലഫികൾ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് അവരെ വിളിക്കാം.
അവര് ഖുറാന്റെ 9-ാമത്തെ അധ്യായം സൂറത്ത് തൗബ നന്നായി വായിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവരാ. ആ പുസ്തകത്തിൽ ആ അധ്യായത്തിൽ പറയുന്നത്, നിങ്ങൾ യഹൂദനെയും ക്രിസ്ത്യാനികളെയും കാഫിറുകളെയും കണ്ടയിടത്ത് വെച്ച് കൊല്ലണം. ആരെയൊക്കെയാണ് കൊല്ലേണ്ടത്? യഹൂദനെ കൊല്ലണം, ക്രിസ്ത്യാനിയെ കൊല്ലണം, കാഫിറിനെയും കൊല്ലണം. അപ്പൊ എന്താണ് ഈ കാഫിർ എന്ന കൂട്ടത്തിൽ യഹൂദനും ക്രിസ്ത്യാനികളും പെടില്ലേ? ഇല്ല, പെടുത്താൻ പാടില്ല. പക്ഷെ ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളല്ലാത്തവരൊക്കെ എന്താണ്? കാഫിറ. അങ്ങനെയല്ല. ഖുറാൻ പഠിപ്പിക്കുന്നത്, ഞാൻ തൗറാത്ത് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥം യൂദന് നൽകിയിട്ടുണ്ട്, സബൂർ എന്നൊരു പുസ്തകം യഹൂദന് നൽകിയിട്ടുണ്ട്, ഇഞ്ചീൽ എന്ന് പറയുന്ന ഒരു പുസ്തകം ക്രിസ്ത്യാനികൾക്ക് നൽകിയിട്ടുണ്ട്. എന്നാൽ ഖുറാൻ ഞാൻ നിങ്ങൾക്കാ തരുന്നത്. അതുകൊണ്ട് പൂർവ്വഭേദക്കാരായ ക്രിസ്ത്യാനികളെയും യൂദന്മാരെയും നിങ്ങൾ കാഫിർ എന്ന് വിളിക്കരുത്. കാഫിർ ആരാണ്? ക്രിസ്ത്യാനിയും യഹൂദന അല്ലാത്ത എല്ലാ ജാതിക്കാരും എന്ന് വെച്ചാൽ ഹിന്ദുക്കള്, സിഖുകാര്, ബുദ്ധന്മാര്, ജൈനന്മാര്, കൺഫ്യൂഷ്യൻസ്, അങ്ങനെയുള്ള എല്ലാവിധ ആളുകളും അവർക്ക് കാഫറാണ്. ഈ മൊത്തം ആളുകൾ എന്ത് ചെയ്യണം? കണ്ടെടുത്ത് വെച്ച് കൊല്ലണം. അവരെ നിർബന്ധിച്ച് മതം മാറ്റണം. മതം മാറുന്നില്ലെങ്കിൽ അവനിൽ നിന്ന് ജസിയ ഈടാക്കണം, അതായത് റിലീജിയസ് ടാക്സ് ഈടാക്കണം. അതവൻ തരുന്നില്ലെങ്കിൽ അവൻ്റെ സ്വത്ത് മുഴുവൻ പിടിച്ചു വെച്ചിട്ട് അവനെ നാട് കടത്തണം. അതിനും പറ്റാത്ത സാഹചര്യമാണെങ്കിൽ തട്ടിക്കളഞ്ഞേര്. ഇതാണ് ഖുറാൻ പഠിപ്പിക്കുന്നത്. അങ്ങനെ തീവ്രവാദിയായ ഈ മനുഷ്യൻ അങ്ങനെ വളർന്നു വന്നു. ഇദ്ദേഹം ഒരു സ്കൂളിൽ അധ്യാപകനായി. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ക്ലാസ്സിൽ ഒരു ക്രിസ്ത്യൻ കുട്ടി ഉണ്ടായിരുന്നു. കാരണം സുഡാനിൽ ക്രിസ്ത്യാനികളുടെ എണ്ണം അത്രയൊക്കെ ഉള്ളൂ. ഈ കുട്ടിയുടെ പേര് സക്രിയ എന്നായിരുന്നു. ഈ സക്രിയ മറ്റു കുട്ടികളെക്കാൾ ശാന്തനും സൽസ്വഭാവിയും നന്നായി പഠിക്കുന്നവനുമായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും മാഷന്മാർക്ക് ഇത്തരം കുട്ടികളോടൊരു അനുകമ്പയാണ് തോന്നേണ്ടത്, ഇഷ്ടമാണ് തോന്നേണ്ടത്. പക്ഷേ ഈ അധ്യാപകൻ ഈ കുട്ടിയെ കാരണം കൂടാതെ വെറുത്തു. അങ്ങനെ ഒരു ദിവസം ഈ കുട്ടിയെ ഇവർ 5 പേർ ചേർന്ന് പതിയിരുന്ന് ആക്രമിച്ചു. ഈ കുട്ടിയുടെ കൈയും കാലും തല്ലിയൊടിച്ചു, കഴുത്ത് പിടിച്ച് ഞെക്കി ശ്വാസം മുട്ടിച്ചു. അവസാനം ചത്തു എന്ന് തോന്നിയപ്പോൾ അവർ ആ കുട്ടിയെ ഒരു മരത്തിൻ്റെ ചോട്ടിൽ ഉപേക്ഷിച്ചിട്ട് കടന്നുപോയി. ഈ കുട്ടിയെ അവർ പിന്നീട് കണ്ടിട്ടില്ല. അതുകൊണ്ട് അവൻ ചത്തോ ജീവിച്ചോ അവർക്കറിയില്ല. പക്ഷെ ഈ മനുഷ്യൻ്റെ ഇതിന് നേതൃത്വം കൊടുത്ത ആ സ്കൂൾ മാഷുടെ ഹൃദയത്തിൽ ഒരു കുറ്റബോധം തോന്നാൻ തുടങ്ങി. അതായത് മുതിർന്ന 5 പുരുഷന്മാർ കൂടിയാണ് ഈ ഒരു വിദ്യാർത്ഥിയെ ഈ പരുവാക്കിയത്. അയാളുടെ മനസ്സിൽ ഒരു കുറ്റബോധം ഉണ്ടാവാൻ തുടങ്ങി. അത് തികച്ചും ബൈബിൾ പ്രകാരമാണ് കേട്ടോ. റോമക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം. അത് തികച്ചും ദൈവവചന പ്രകാരമാണ് അതുണ്ടാകുന്നത്. കാരണം ദൈവം സൃഷ്ടിച്ചു വിട്ട ഓരോ മനുഷ്യൻ്റെ ഉള്ളിലും ദൈവം മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം വെച്ചിട്ടുണ്ട്. 2-ാം അധ്യായം റോമാലേഖനം 2-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. നിയമത്തിന്റെ അനുശാസനം തങ്ങളുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ സ്പഷ്ടമാക്കുന്നു. അവരുടെ മനസാക്ഷി അതിന് സാക്ഷ്യം നൽകുന്നു. അവരുടെ വൈരുദ്ധ്യമാർന്ന വിചാരങ്ങൾ അവരെ കുറ്റപ്പെടുത്തുകയോ ന്യായീകരിക്കുകയോ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ദുഷ്പ്രവൃത്തി ചെയ്ത ഈ മനുഷ്യന്റെ ഉള്ളിൽ ഒരു കുറ്റബോധം ഉണ്ടായി. ഞാൻ എന്തിനാ ആ കുട്ടിയെ ഇങ്ങനെ ദ്രോഹിച്ചത്? അവൻ ചത്തോ ജീവിച്ചോ എനിക്കറിയില്ലല്ലോ. അവൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധം ഉണ്ടായി. കുറേ വർഷങ്ങൾക്ക് ശേഷം ഈ അധ്യാപകൻ്റെ വീട്ടിലെ ഒരു അംഗം മാരകമായി രോഗമായ ആസ്പത്രിയിലായിരുന്നു. ആ സമയത്ത് ഈ വിവരം അറിഞ്ഞിട്ട് ഒരു
ക്രിസ്ത്യൻ സുവിശേഷകൻ ആ ആസ്പത്രിയിൽ വന്നിട്ട് ഈ മാഷോട് ചോദിച്ചു, നിങ്ങളുടെ ബന്ധുവായ രോഗിക്ക് വേണ്ടി ഞാനൊന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഇയാൾക്ക് അതിൽ ഇഷ്ടമൊന്നുമില്ല. എങ്കിലും ചില സന്ദർഭങ്ങളുണ്ടല്ലോ, വേണ്ടപ്പെട്ടവരുടെ മരണം മുന്നിൽ വരുമ്പോൾ എന്നാ പിന്നെ താനങ്ങ് പ്രാർത്ഥിക്കുക എന്ന് പറയുന്ന പോലെ. അങ്ങനെ ഈ സഹോദരൻ ഈ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ച് തിരിച്ചുപോയി. പിറ്റേ ദിവസം ഈ രോഗിയെ നോക്കുന്ന ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഈ രോഗിയിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. ഇത് ഞങ്ങൾ കൊടുത്ത മരുന്നിൻ്റെ ഫലമല്ല, സം മിറാക്കിൾ ഹാസ് ഹാപ്പൻഡ് എന്ന് പറഞ്ഞു. അപ്പം ഈ മനുഷ്യൻ്റെ ഉള്ളിലുള്ള കുറ്റബോധം ഒന്നും കൂടെ വർദ്ധിച്ചു. അപ്പം ഈ മനുഷ്യന് തോന്നി, ഈ ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ചൊന്ന് പഠിച്ചാൽ എന്താ. പക്ഷെ തൻ്റെ നാട്ടിൽ ഇങ്ങനെ ഒരു ആഗ്രഹം അദ്ദേഹം പ്രകടിപ്പിച്ചാൽ തല പിന്നെ ചവറ്റുകൊട്ടയിലുണ്ടാവുക, കഴുത്തിലല്ല. അതുകൊണ്ട് ആ മനുഷ്യൻ അവിടെ നിന്ന് തൊട്ടടുത്ത രാജ്യമായ ഈജിപ്തിലേക്ക് പോയി. ഈജിപ്തിൽ ചെന്നിട്ട് ബൈബിൾ പഠിക്കാൻ തനിക്ക് ആഗ്രഹമുണ്ടെന്നും അതിനാരെയാണ് ഞാൻ സമീപിക്കേണ്ടതെന്നും ചോദിച്ചപ്പോൾ ഏകദേശം 28 വയസ്സ് പ്രായമുള്ള ഒരു യങ് പാസ്റ്ററെ അവർ ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. ഇദ്ദേഹം ഒരു കോപ്റ്റിക് ക്രിസ്ത്യാനിയാണ്, നിങ്ങൾക്ക് കാര്യങ്ങൾ ഇവൻ പറഞ്ഞു തരും. അങ്ങനെ ഈ ചെറുപ്പക്കാരനായ പാസ്റ്റർ അടുക്കെ ഈ മുസ്ലിം അധ്യാപകൻ ചെന്നു. ഈ അധ്യാപകനെ കണ്ടപ്പോൾ തന്നെ ഈ വിദ്യാർത്ഥി ഒന്ന് ഞെട്ടി. കാരണം ഇവനെ കയ്യും കാലും തല്ലിയൊടിച്ച് മരണത്തിന് വിട്ടുകൊടുത്തിട്ട് കടന്നുപോയ ആ മനുഷ്യനാ മുന്നിൽ നിൽക്കുന്നത്. ആ യങ് പാസ്റ്റർ ഇയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്നെ ഇതിനു മുമ്പ് പരിചയമുണ്ടോ? പറഞ്ഞില്ല. ഓൻ പറഞ്ഞു, എനിക്ക് നിങ്ങളെ പരിചയമുണ്ട്. എന്നിട്ട് അവൻ കുപ്പായ ഒരുയിട്ട് ഇവൻ്റെ തല്ലി ഒടിച്ച കയ്യിനും കാലിനും ഉണ്ടായ പരിക്കും അത് തുന്നി ചേർത്തതിൻ്റെ പാടുകളൊക്കെ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഓർക്കുന്നുണ്ടോ ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളുടെ ക്ലാസ്സിൽ പഠിച്ചിരുന്ന ഒരു സക്രിയയെ നിങ്ങൾ മരണത്തിന് ഏൽപ്പിച്ചു വിട്ടത്? ആ സക്രിയയാണ് ഞാൻ. എന്നിട്ട് അദ്ദേഹം ബൈബിൾ എടുത്ത് അതിൻ്റെ 1-ാമത്തെ പേജിൽ ഈ കശമലന്മാരുടെ പേര് എഴുതി വെച്ചത് ഈ സക്രിയക്ക് കാണിച്ചു കൊടുത്തു. കണ്ടോ, നിങ്ങൾ എന്നെ മരണത്തിന് ഏൽപ്പിച്ചുവെങ്കിലും എൻ്റെ രക്ഷകനായ കർത്താവ് എന്നോട് പറഞ്ഞിരിക്കുന്നത് എൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനാണ്. അതുകൊണ്ട് ഞാൻ അന്നേ തൊട്ട് ഇന്നുവരെയും നിങ്ങളുടെ മാനസാന്തരത്തിനും നന്മയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. മനസ്സിലായോ? ഇപ്പോ ആ മനുഷ്യൻ ആകെ അങ്കലാപ്പിലായി. ഈ ചെറുപ്പക്കാരൻ്റെ മുമ്പിൽ അയാൾ അടിയറവ് പറഞ്ഞു. അയാൾ ക്രിസ്തുവിനെ കുറിച്ച് പഠിച്ചു, ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചു. ഇന്ന് അദ്ദേഹം ക്രിസ്തുവിനെ പ്രസംഗിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളായി മാറി. അപ്പം നിരന്തരമായി പ്രാർത്ഥിക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഉണ്ട്. ഇനി ഞാൻ നിങ്ങളോട് നമുക്കൊക്കെ അറിയാവുന്നൊരു കാര്യം പറയാം. എല്ലാവർക്കും അറിയുന്ന കാര്യം പറയുമ്പോൾ ഒരു കുഞ്ഞിനെ നിഷേധിക്കാൻ പറ്റില്ല. ആലുവയിലുള്ള ഒരു AC ജോൺ സാറിൻ്റെ ശിഷ്യനായിട്ടൊരു ലൂക്കോസ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഉണ്ട്. ഈ ലൂക്കോസ് പാസ്റ്ററിനെ കണ്ട ആരെങ്കിലും ഈ സഭയിൽ ഇരിപ്പുണ്ടോ? ഇല്ല. ഷീബ പറയുന്നത് കണ്ടിട്ടുണ്ടെന്ന്. ഈ ലൂക്കോസ് പാസ്റ്റർ എഴുതിയിട്ടുള്ളൊരു പാട്ട് നമ്മൾ എന്നും പാടാറുണ്ട്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. ആ പാട്ട് ഈ ലൂക്കോസ് പാസ്റ്റർ എഴുതിയിട്ടുള്ളതാ. ഇദ്ദേഹം നമ്മളെ മാത്രമല്ല ഈ പ്രദേശത്തുള്ള എല്ലാ സഭകളെയും റംസാൻ മാസത്തിൽ വന്നു കണ്ട് മുസ്ലിങ്ങളുടെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞ് ഒരു പുസ്തകം തരുമായിരുന്നു. ഈ പുസ്തകം ഞാൻ ഈ സഭയിൽ പലർക്കും കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾ പറയോ? ആ പുസ്തകം എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളവരെന്ന് കൈയൊന്നിച്ച്
അപ്പൊ കൂടുതൽ കൈപൊന്തി. അപ്പൊ ഞാൻ നോണ പറയല്ല. ഈ പുസ്തകം ഇവിടെ കൊണ്ടുവരുന്നതിനും വിതരണം ചെയ്യുന്നതിനും ഈ പ്രാർത്ഥന നടത്തുന്നതിനും സഭയായിട്ട് നമുക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം നമ്മുടെ ലൂവിസ് ഏട്ടൻ ഇതിന് ശക്തമായ എതിരാളിയായിരുന്നു. അദ്ദേഹം പറയുമായിരുന്നു, നമുക്ക് എല്ലാവർക്കും വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്, അല്ലാതെ ഏതെങ്കിലും ഒരു മതക്കാർക്ക് വേണ്ടിയിട്ടല്ല എന്ന് പറഞ്ഞ് അദ്ദേഹം അതിനെ നിരുത്സാഹപ്പെടുത്തിയിരുന്നു. പക്ഷെ ആ പ്രാർത്ഥന അദ്ദേഹം തുടർന്നുകൊണ്ടിരുന്നു. ഈ കൊല്ലം അദ്ദേഹം ഈ പുസ്തകവുമായിട്ട് നമ്മളെ തേടി വന്നില്ല. കാരണം അദ്ദേഹം ഇപ്പോൾ കലശലായ രോഗത്താൽ കിടപ്പില്ല. അദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി അദ്ദേഹത്തെ വിട്ടുപോയി രോഗം മൂലം. അതുകൊണ്ട് അദ്ദേഹം വളരെ ക്ഷീണിതനാണ്, മാനസികമായും ശാരീരികമായും ഒക്കെ തളർച്ചയിലാണ്. അതുകൊണ്ട് ഈ പ്രാവശ്യം പുള്ളി പുസ്തകമൊന്നും കൊണ്ടുവന്നില്ല. ഇനി ഈ കഴിഞ്ഞ കുറച്ച് കൊല്ലങ്ങൾക്കുള്ളിൽ കേരളത്തിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളെക്കുറിച്ച് എൻ്റെ അറിവിലുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, കൊല്ലത്ത് ഷമീർ എന്ന് പറയുന്ന ഒരു പാസ്റ്ററുണ്ട്, കേട്ടിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഇവിടെ തൃശ്ശൂര് ഫുൾ ഗോസ്പൽ എന്ന് പറയുന്ന ഒരു ചർച്ചുണ്ട്. നമ്മുടെ എന്തെന്നാ പാസ്റ്റർ പേര്? ദാനിയേൽ പാസ്റ്റർ. ദാനിയേൽ പാസ്റ്ററോട് കൂടെ ശുശ്രൂഷിക്കുന്ന വേറെ ഒരു ഷമീർ പാസ്റ്ററുണ്ട്. അദ്ദേഹം താമസിക്കുന്നത് കുന്നംകുളത്തിന് അല്പം വടക്ക് പാറയമ്പാടം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. ഞാൻ അദ്ദേഹത്തെ കഴിഞ്ഞ മാസം നേരിട്ട് കണ്ടിരുന്നതാണ്. ഇനി നമ്മൾ ഇപ്പം സാമ്പത്തികമായി സഹായിച്ചുകൊണ്ടിരിക്കുന്ന രോഗിയായ ഒരു കുഞ്ഞുമൊയ്തീൻ പാസ്റ്റർ ഇവിടെ കൊടുങ്ങല്ലൂരുണ്ട്. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം, പരിചയമുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല ഇയാളെ, പക്ഷെ നമ്മൾ 2 തവണ അദ്ദേഹത്തിന് സാമ്പത്തികമായ സഹായം ചെയ്തു കൊടുത്തു. ഇനി ഇതുകൂടാതെ അലി ഫിലിപ്പ് എന്ന് പറയുന്ന ഒരു പാസ്റ്റർ ഈ സഭയിൽ വന്ന് 2 പ്രാവശ്യം വചനം ശുശ്രൂഷിച്ചിട്ടുണ്ട്. മനസ്സിലായോ? ഇനി നമ്മുടെ സഭയിൽ നിന്ന് മാനസാന്തരപ്പെട്ടു പോയ, ഇവിടെ വെച്ച് സ്നാനപ്പെടാൻ ചില അസൗകര്യങ്ങളുള്ളത് കൊണ്ട് ബോംബെയിൽ പോയി സ്നാനപ്പെട്ട് നമ്മുടെ ബോംബെയിലുള്ള ആൻഡോ ബ്രദറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു മനാഫുണ്ട്. അദ്ദേഹം ഇപ്പോൾ ബോംബെയിൽ IPC സഭയുടെ ഒരു പാസ്റ്ററാണ്. അപ്പം എനിക്ക് അറിവുള്ള 5 വിശ്വാസികളുടെ പേരല്ല പറഞ്ഞത്, 5 പാസ്റ്റർമാരുടെ പേരാ പറഞ്ഞത്. ഇത് കൂടാതെ എത്ര മുസ്ലിങ്ങൾ ഈ കാലഘട്ടത്തിൽ ഇസ്ലാം മതം ഉപേക്ഷിച്ച് ക്രൈസ്തവ വേല ചെയ്യുന്നുണ്ടെന്നറിയാമോ? അതിൽ മനാഫിൻ്റെ ശുശ്രൂഷയുടെ ഉത്തരവാദിത്വം ഈ സഭയ്ക്കാണെന്നോർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ നമ്മൾ നിരന്തരമായി പ്രാർത്ഥിച്ചതുകൊണ്ട് ഗുണമുണ്ടോ? ഉണ്ടോ? പക്ഷെ നമ്മൾ മനസ്സിലാക്കാത്ത കാര്യം, നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജഡികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. നിരന്തരം മുട്ടിപ്പായി മടുത്തുപോകാതെ ഇടവിടാതെ വിശ്വാസത്തോടെ പ്രത്യാശയോടെ പ്രാർത്ഥിക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതൊന്നും നമ്മൾ അബദ്ധത്തിൽ പോലും ഓർക്കില്ല, പ്രാർത്ഥിക്കില്ല. ഇതാ പ്രശ്നം. അപ്പൊ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കുക എന്നറിഞ്ഞ് പ്രാർത്ഥിക്കണം. പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെക്കുറിച്ച് നമുക്കൊരറിവ് വേണ്ടേ? നാം അല്ലെങ്കിൽ പിന്നെ ഈ ദൈവത്തെ ആരാണ് അറിയുക, മഹത്വപ്പെടുത്തുക? അതുകൊണ്ട് നിരന്തരമായി പ്രാർത്ഥിക്കേണ്ട വിഷയങ്ങൾക്ക് വേണ്ടി നിരന്തരമായി തന്നെ പ്രാർത്ഥിക്കണം. നിങ്ങൾ വിശ്വസിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇന്ന് ഇസ്ലാം സമൂഹം അരിപ്പ പോലെയാ, അരിപ്പ. കാരണം ആളുകൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ ചേർന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ ഇസ്ലാം ഉപേക്ഷിക്കുന്നവരെ അറിയപ്പെടുന്നത് എമുക്കൾ എന്നാണ്. ആ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ സകലെണ്ണയും മന്ദബുദ്ധികളുടെ കൂട്ടത്തിലായി. ഞാൻ എന്ത് ചെയ്യാനാ? EMU എന്ന് വെച്ചാൽ എക്സ് മുസ്ലിംസ് യുണൈറ്റഡ്. അവർക്കൊരു വലിയ സംഘടന കേരളത്തിലുണ്ടായി വന്നിട്ടുണ്ട്. ലക്ഷക്കണക്കിന് ആളുകൾ അതിലുണ്ട്. നിങ്ങൾക്കറിയോ, ഇവരുടെ ഇടയിലുള്ള ഈ തലാക്ക് പ്രകാരമുള്ള ഈ വിവാഹ മോചനം ഉണ്ടല്ലോ, മലപ്പുറത്തുള്ള ഒരുപാട് യുവതികൾ ഈയിടെ പരസ്യമായിട്ട് പ്രഖ്യാപിച്ചു, ഞങ്ങൾ മുസ്ലിം ചെറുപ്പക്കാരെ കല്യാണം കഴിക്കില്ല.
ഞങ്ങൾ കഴിക്കുകയാണെങ്കിൽ വല്ല ഹിന്ദുക്കളെയോ ക്രിസ്ത്യാനികളെയോ കല്യാണം കഴിക്കുള്ളൂ. നിങ്ങളിതൊന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല, നിങ്ങളിതൊന്നും അറിയില്ല. അറിയേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് അറിയില്ല. അതേസമയം നിങ്ങൾ 24 മണിക്കൂർ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. എന്തൊട്ട് തീട്ടാ നിങ്ങൾ തോണ്ടണമെന്ന് എനിക്കറിയില്ല. ഗ്രോപ്പ് കാലഘട്ടത്തെ തിരിച്ചറിയേ. ജാതികളുടെ ഇടയിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് വർദ്ധിച്ച് ഒരു ഉണർവ് വർദ്ധിക്കുന്നുണ്ട്. ദൈവസഭകൾ പടവലങ്ങ പോലെ താഴോട്ടും. ദൈവസഭയിൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവും ദൈവത്തോടുള്ള കീഴ്പ്പെടലും പടവലങ്ങ പോലെ താഴോട്ട്. പക്ഷേ ഒരു കാലത്ത് ദൈവത്തിൻ്റെ ശത്രുക്കളായി ജീവിച്ചിരുന്ന മുസ്ലിങ്ങളുടെയും ഹിന്ദുക്കളുടെയും ഇടയിൽ ക്രിസ്തുവിൻ്റെ നാമധേയം ഉയർന്നുകൊണ്ടിരിക്കുന്നു. ഇത് പണ്ടും ദൈവം പറഞ്ഞത് ഇങ്ങനെ തന്നെയാ. നിങ്ങൾ മലാക്കി പ്രവാചകന്റെ പുസ്തകം എടുക്ക്. ദൈവത്തിൻ്റെ നാമം എന്നും ദുഷിക്കപ്പെട്ടിട്ടുള്ളത് സ്വന്തം ജനത്തിൻ്റെ ഇടയില, ജാതികളുടെ ഇടയിലല്ല. മലാക്കി പ്രവാചകന്റെ പുസ്തകം എടുക്ക്, 1-ാം അധ്യായം 11-ാമത്തെ വാക്യം. സൂര്യോദയം മുതൽ അസ്തമയം വരെ, സൂര്യോദയം മുതൽ സൂര്യന്റെ അസ്തമയം വരെ എന്റെ നാമം ജനതകളുടെ ഇടയിൽ മഹത്വപൂർണമാണ്. അപ്പൊ ഈ നാമം ദുഷിക്കപ്പെടുന്ന എവിടെയാ? യഹോവ പറയണ സൂര്യന്റെ ഉദയം മുതൽ സൂര്യന്റെ അസ്തമയം വരെ യഹോവയുടെ നാമം ജാതികളുടെ ഇടയിൽ മഹത്തരമാണ്, അത് ഉയർന്നു നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ മറുഭാഗം എന്താണ്? ദൈവനാമത്തെ ദുഷിക്കുന്നത് ദൈവമക്കൾ എന്ന് പറയുന്നവരാണെന്ന്. ഇല്ലേ? നിങ്ങൾ മുഖാന്തിരം ജാതികളുടെ ഇടയിൽ എൻ്റെ നാമം ദുഷിക്കുന്നു. അത് പഴയ നിയമത്തിലുള്ള ഒരു ഉദ്ധരണിയാ. റോമാലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ എഴുതിയിട്ടുണ്ട്. ദൈവനാമം ദുഷിക്കുന്നത് ജാതികളുടെ ഇടയിൽ സ്വന്തം ജനമുഖാന്തിരമാണ്. റോമാലേഖനം 22-ാം അധ്യായം 24-ാമത്തെ വാക്യം. നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം വിജാതിയരുടെ ഇടയിൽ ദൂഷിക്കപ്പെടുന്നുവെന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. എഴുതിയിരിക്കുന്നുവല്ലോ. മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റുമോ? ഇങ്ങനെ ജാതികളുടെ ഇടയിൽ ദൈവനാമം ദുഷിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ പ്രാർത്ഥിച്ചിട്ടെന്താ കാര്യം? പ്രാർത്ഥിച്ചിട്ടെന്താ കാര്യം? കാരണം അങ്ങനെ ഉള്ളവരുടെ പ്രാർത്ഥന ദൈവത്തിന് അറപ്പാണത്രേ. സദൃശ്യവാക്യങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് കാണിച്ചു തരാം. അതായത് ദൈവത്തെ മാനിക്കാത്ത, ദൈവത്തെ അംഗീകരിക്കാത്ത, ദൈവത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിക്കാത്തവരുടെ പ്രാർത്ഥന ദൈവത്തിന് അറപ്പാണ്. 28-ാം അധ്യായം 9-ാമത്തെ വാക്യം. നിയമം വകവെക്കാത്തവന്റെ പ്രാർത്ഥന പോലും വെറുപ്പുളവാക്കുന്നു. വെറുപ്പുളവാക്കുന്നതാ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ നമ്മുടെ മനസ്സിലേക്കൊന്ന് നോക്കണം. നമ്മൾ ഇങ്ങനെ ഒരു പാട്ട് പാടാറുണ്ട്, വരികൾ എൻ്റെ ഓർമ്മയിലില്ല. പ്രാർത്ഥിക്കുവാനായി ഒരുങ്ങുന്ന നേരം ഉള്ളിലൊന്നെത്തി നോക്കുവിൻ. പ്രാർത്ഥിക്കുവാനായി ഒരുങ്ങുന്ന നേരം ഉള്ളിലൊന്നെത്തി നോക്കുവിൻ. വിദ്വേഷ വൈരാഗ്യഭാവങ്ങളുണ്ടെങ്കിലെല്ലാം ക്ഷമിച്ചിടുവിൻ. ഇതിപ്പോ പ്രാർത്ഥിക്കാൻ വരുമ്പോഴും ഉള്ളിൽ വിദ്വേഷം വൈരാഗ്യം, തിരിച്ചു പോകുമ്പോഴും വിദ്വേഷം വൈരാഗ്യം. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന ആരാ കേട്ടിട്ടുള്ളത്? നമ്മളെ ആരാധിച്ച ആരാധന ആരാ കൈക്കൊണ്ടിട്ടുള്ളത്? ഇതൊക്കെ അറിയാഞ്ഞിട്ടാണോ
ഇത് പറയാഞ്ഞിട്ടാണോ? ഒന്നല്ലെന്നേ. അവര് ചിലരുടെ മനസ്സിങ്ങനെയാ, ഇതിലും വലിയ വെള്ളിയാഴ്ച വന്നിട്ട് വാപ്പ പള്ളിയിൽ പോയിട്ടില്ല, എന്നിട്ടപ്പോ താനൊന്ന് കുറയ്ക്കണേ കുറച്ചിടൂ. അങ്ങനെയാണെങ്കിൽ നിനക്കത് പറയാം. പക്ഷെ നീ ഇപ്പൊ ഇരിക്കുന്നു എങ്ങനെയാണോ അതിൽ നിന്ന് ഒരു പടി താഴേക്ക് പോകുമെന്നല്ലാതെ ആത്മീകമായ ഒരു വളർച്ചയും നിനക്കുണ്ടാവില്ല. പക്ഷെ ശത്രുവായ പിശാച് നിന്നെ വഴി തെറ്റിക്കാൻ നിനക്ക് ഭൗതികമായ കുറെ നന്മകൾ തരും. അപ്പൊ ആ നന്മകൾ കിട്ടുമ്പോ നീ വിചാരിക്കും, കണ്ടോ ദൈവം എൻ്റെ വർഷത്താ, ഞാനിപ്പോൾ വിദ്വേഷ വൈരാഗ്യ ഭാവം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു കടന്നുപോയി, പക്ഷെ എൻ്റെ ബാങ്കിലെ ബാലൻസ് കൂടി, എൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെട്ടു, എൻ്റെ ആരോഗ്യം പടപട ഉയരുന്നു എന്ന് വെച്ചാൽ ഇതുപോലെ പോയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെന്തുണ്ടാവും? മോളിൽ നിന്നൊരു വാളിറങ്ങും, ഡെമോക്ലീസിൻ്റെ വാള്. ആ വാള് വന്നു കഴിഞ്ഞാൽ പിന്നെ നിന്റെ കാര്യം ആരാ? പിന്നെ നിന്റെ കാര്യം ആരന്വേഷിക്കും? ദൈവം ദീർഘക്ഷമയുള്ളവനായതുകൊണ്ട് ക്ഷിപ്രകോപിയായി നിന്നെ നശിപ്പിച്ചു എന്ന് വരില്ല. പക്ഷേ അത് വരും, വരാതിരിക്കില്ല. മനസ്സിലായോ? ആരോഗ്യമുണ്ടെന്ന് കരുതി തന്നിഷ്ടപ്രകാരം ജീവിച്ചാൽ നിനക്കതിൻ്റെ വില ദൈവത്തിന് കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഞാനൊരാളുടെ പേരെടുത്ത് പറഞ്ഞാൽ അത് വലിയ പൊല്ലാപ്പാവും, അതുകൊണ്ട് ഞാൻ മിണ്ടണില്ല. മനസ്സിലായോ? ഈ ഓരോരോ കാര്യങ്ങൾ കാണുമ്പോൾ ഓർത്തോ, കാരണം ദൈവം ഒന്നും എന്നേക്കുമായി മറക്കുന്നില്ല. അവൻ അതെല്ലാം ഉണ്ട ചുരുട്ടാക്കി അവിടെ വയ്ക്കും. എന്നിട്ടൊരു ദിവസം നിന്റെ തലയിൽ അതിടും, പിന്നെ നീ എണീക്കില്ല. ആ ദിവസത്തിന് വേണ്ടി കാത്തിരിക്കരുത്. മനസ്സിലായോ? വയസ്സുകാലം എന്ന് പറയുന്ന ഒരു കാലമുണ്ട്, വളരെ മോശം കാലം അത് കേട്ടാ. എന്താണ് ആ കാലത്തിൻ്റെ പ്രത്യേകത എന്നറിയാമോ? നീ ചമ്മറം പടിഞ്ഞിരുന്ന് ഒരു കാര്യം ചെയ്തിട്ട് പിന്നെ അവിടുന്ന് ഒന്ന് എണീക്കണമെങ്കിൽ ഞാൻ എണീക്കണ മാതിരി എഴുന്നേൽക്കേണ്ടി വരും. ഏത് നിലത്തുനിന്ന് ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കുറഞ്ഞത് 2 മിനിറ്റ് വേണം. പ്രായമാകുമ്പോഴുള്ള പ്രശ്നങ്ങളാ. ഇപ്പോഴും ഞാൻ അത്യാവശ്യം ഓടി നടക്കുന്നുണ്ട്. നാളെ എനിക്ക് ഒഴിച്ചിലിൻ്റെ ദിവസമാണ്, പക്ഷെ ഞാൻ വേണ്ടാന്ന് വെച്ചു. കാരണം നാളെ ഒഴിച്ചിലും കൂടെ നടത്തിയാൽ ഞാൻ ചിലപ്പോൾ എന്നേക്കുമായിട്ട് കിടക്കും. മനസ്സിലായോ? അതുകൊണ്ടൊരു വാർദ്ധക്യ ദിവസം വരുന്നുണ്ടെന്ന് ഇന്ന് അറിഞ്ഞോ? ഈ വയസ്സുകാലം എന്ന് പറയുന്നത് ഈ യുവത്വത്തെ പോലെ ഒന്നല്ല. അന്ന് നീ നട്ടം തിരിയും. അന്ന് നീ നട്ടം തിരിയാതിരിക്കണമെങ്കിൽ നിന്റെ ജീവിതം ഇന്ന് ക്രമീകരിച്ചോ. മനസ്സിലായോ? കയ്യെ കിട്ടണതൊക്കെ ഓസാണെന്നും അതാണെന്നും ഇതാണെന്നും കരുതിയൊക്കെ കുടിച്ച് നടന്നില്ലേ? ഇപ്പൊ നീ പെട്ടോ? പെട്ടിയിൽ വെട്ടയില്ലേ പോലെ. ഇനി നീ എഴുന്നേറ്റാൽ ദൈവം നിന്നോട് കരുണ കാണിച്ചു എന്ന് മാത്രം കരുതിയാൽ മതി. ഇനി നീ ഒരു പ്രാവശ്യം കൂടി ആ മദ്യം എടുത്ത് കുടിച്ചാൽ അത് നിന്റെ അവസാനത്തെ കുടിക്കലായിരിക്കും. കാരണം ദൈവത്തിൻ്റെ ക്ഷമയൊന്നും പരീക്ഷിക്കരുത്. അവൻ ദീർഘക്ഷമയുള്ളവനാ, പക്ഷെ അവൻ്റെ ക്ഷമയെ പരീക്ഷിക്കരുത്. ഈ സഭാപ്രസംഗിയുടെ പുസ്തകത്തിൽ യുവജനങ്ങൾക്ക് ഒരു ഉപദേശം കൊടുക്കുന്ന ഭാഗമുണ്ട്. സഭാപ്രസംഗിയുടെ പുസ്തകം അതിൻ്റെ അവസാന ഭാഗത്താണ് യുവാക്കന്മാരോട് സഭാപ്രസംഗി പറയണ 11:9. യുവാവേ, യുവത്വത്തിൽ നീ സന്തോഷിക്കുക. യൗവനത്തിന്റെ നാളുകളിൽ നിന്റെ ഹൃദയം നിന്നെ ആനന്ദിപ്പിക്കട്ടെ. ഹൃദയത്തിന്റെ പ്രേരണകളെയും കണ്ണിന്റെ അഭിലാഷങ്ങളെയും പിൻചെല്ലുക. എന്നാൽ ഓർമ്മിച്ചു കൊള്ളുക, ഇവയ്ക്കെല്ലാം ദൈവം നിന്നെ ന്യായവിധിക്കായി വിളിക്കും. മനസ്സിൽ നിന്ന് മതി. ഇപ്പൊ വേണമെങ്കിൽ അടിച്ചു പൊളിച്ചോ. ഇപ്പോഴത്തെ ഭാഷകൾ അതൊക്കെയാണല്ലോ. അടിച്ചു പൊളിച്ചോ. ഒരു ജീവിതമല്ലേ നമുക്കുള്ളൂ, അതുകൊണ്ട് അടിച്ചു പൊളിച്ചോ. പക്ഷെ ഒരു ദിവസം ഈ ദൈവം നിന്നെ ന്യായവിധിക്കായിട്ട് വിളിക്കും. അന്ന് ആര് നിന്നെ സഹായിക്കും?
ആരു സഹായിക്കും? ലോകം തുണയ്ക്കുമോ? ഇല്ലില്ലെന്നോതുവാൻ ബുധലേ ആരുള്ളൂ. മനസ്സിലായ? നീ ചിരിക്കുമ്പോ നിന്റെ കൂടെ ചിരിക്കും ഒരുപാട് പേര് വരും. പക്ഷെ നീ വള്ളിക്കെട്ടിലായി തീരുമ്പോണ്ടല്ലോ, അന്ന് നിന്റെ കൂടെ ചിരിച്ചവരൊന്നും നിന്റെ കൂടെ കരയാൻ നിൽക്കില്ല. ആ കരച്ചിലിന്റെ കാലത്ത് നീ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മനസ്സിലാക്കി ഇന്ന് ജീവിച്ചാൽ, ദൈവത്തിന് പ്രസാദകരമായി നീ ജീവിച്ചാൽ, ഒന്ന്, ദൈവം നിന്നെ കഷ്ടപ്പെടുത്തില്ല. ഇനി അഥവാ നീ കഷ്ടത്തിലായാൽ നിന്നെ സഹായിക്കാനും നിനക്ക് തുണ നിൽക്കാനും ദൈവം ആളുകളെ തരും. നീ അനാഥനായി പോവില്ല. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ജീവിതം ക്രമീകരിക്കുക. നമ്മൾ പ്രാർത്ഥനയെക്കുറിച്ചാണല്ലോ പഠിക്കുന്നത്. ഇനി ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. എങ്ങനെ പ്രാർത്ഥിക്കരുത്, എങ്ങനെ പ്രാർത്ഥിക്കരുത്. ഈയിടെ നമ്മുടെ സഭാ ഗ്രൂപ്പിലേക്ക് ആത്മീയമായി ചത്ത സഭയുടെ ലക്ഷണങ്ങൾ എന്താണെന്നും പറഞ്ഞുകൊണ്ട് ഒരു പാസ്റ്റർ ഒരു പ്രസംഗം പറഞ്ഞു. എന്നുവെച്ചാൽ ആ പ്രസംഗം കേട്ടുകഴിഞ്ഞാൽ ഓരോ സഭകളും ജീവിച്ചിരിക്കുന്ന സഭയാണോ ചത്ത സഭയാണോ എന്ന് മനസ്സിലാക്കാം. അങ്ങനെ ചത്ത സഭയുടെ ലക്ഷണങ്ങൾ കേട്ടപ്പോൾ എനിക്കും ഗ്രൂപ്പിൽ അംഗത്വമുണ്ടല്ലോ, അതുകൊണ്ട് ഞാനും ആ പ്രസംഗം കേട്ടു. അപ്പം ഈ 14 വിഷയങ്ങളിൽ തോൽക്കുന്ന സഭ എന്ന് പറഞ്ഞ് അദ്ദേഹം ഒന്നാമത് പറഞ്ഞത് പ്രാർത്ഥിക്കാത്ത സഭയെക്കുറിച്ചെന്നാ പറഞ്ഞത്. പ്രാർത്ഥിക്കാത്ത സഭ. അപ്പം ആ മനുഷ്യൻ്റെ പ്രാർത്ഥനയെക്കുറിച്ചുള്ള അറിവൊന്ന് സമ്പാദിക്കാലോ എന്ന് കരുതി ഞാൻ കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി, ആ കൊശവൻ ബൈബിള് വായിച്ചിട്ടില്ല. മനസ്സിലായ? മറ്റുള്ളവർ ഉപദേശിക്കുന്ന ആ ചങ്ങാതി ബൈബിള് വായിച്ചിട്ടില്ല. അയാൾ സിനിമാ കഥ മാതിരി ഇത് വായിച്ചു പോയിട്ടുള്ളോ, ഗ്രഹിക്കേണ്ടതൊന്നും ഗ്രഹിച്ചിട്ടില്ല. എന്താണ് അദ്ദേഹം പറഞ്ഞതെന്നറിയാമോ? അതൊന്ന് കാണിച്ചു തരാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 12-ാം അധ്യായം. അതിൻ്റെ 1 തൊട്ടുള്ള വാക്യങ്ങൾ വായിക്കണ്ട, ഞാൻ പറഞ്ഞു പോവാം. നമുക്ക് സമയം വളരെ കുറവാണ്, 10 മിനിറ്റ് ഇനിയുള്ളൂ. അവിടെ പറയുന്നത്, ഹെറോദേസ് രാജാവ് യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ വാളുകൊണ്ട് വെട്ടിക്കൊന്നു. ഈ സംഭവം യഹൂദർക്ക് ക്ഷപിടിച്ചു. അതുകൊണ്ട് അവൻ പത്രോസിനെയും പിടിച്ചു. ഇതിനു വേണ്ടി കൊന്നുകളയാൻ വേണ്ടി. അങ്ങനെ പിടിച്ചപ്പോൾ സഭ അവന് വേണ്ടി ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചത്രേ. അത് ബൈബിളിൽ നിന്ന് വായിച്ചോ, 5-ാമത്തെ വാക്യം. അങ്ങനെ പത്രോസ് കാരാഗൃഹത്തിൽ സൂക്ഷിക്കപ്പെട്ടു. സഭ അവന് വേണ്ടി ദൈവത്തോട് തീക്ഷ്ണമായി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഇദ്ദേഹം പറയുന്നത് ഇങ്ങനെ തീക്ഷ്ണമായി പ്രാർത്ഥിക്കുന്ന സഭയാണ് വേണ്ടതത്രേ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇങ്ങനെയുള്ള തീക്ഷ്ണതയോടെ പ്രാർത്ഥന നിങ്ങൾക്ക് ഉണ്ടാവുകയേ അരുത്. ഇങ്ങനെയുള്ള പ്രാർത്ഥന കേൾക്കാൻ പൊട്ടനൊന്നല്ല ദൈവം. എന്താ ഇതിൻ്റെ കാര്യം എന്നറിയാമോ? അത് മനസ്സിലാക്കണമെങ്കിൽ താഴോട്ട് വായിക്കുക. താഴോട്ട് വായിക്കുമ്പോൾ പത്രോസിനെ ദൈവം ആ തടവറയിൽ നിന്ന് അത്ഭുതകരമായി മോചിപ്പിച്ചു എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം ഈ മനുഷ്യൻ മനസ്സിലാക്കിയത് സഭയുടെ പ്രാർത്ഥന കേട്ടിട്ട് ദൈവം അത്ഭുതകരമായി പത്രോസിനെ വിടുവിച്ചു. അല്ലല്ലല്ല, പത്രോസിനെ വിടുവിക്കേണ്ടത് ദൈവത്തിൻ്റെ ആവശ്യമായിരുന്നു എന്നതുകൊണ്ടാണ് വിടുവിക്കപ്പെട്ട്, ഇവരുടെ പ്രാർത്ഥന കൊണ്ടല്ല എന്ന് ഞാൻ നിങ്ങൾക്ക് തെളിയിച്ചു തരാം. അങ്ങനെ മോചനം നേടിയ ഈ പത്രോസ് 12-ാമത്തെ വാക്യം, 12:12. ഇക്കാര്യം ഗ്രഹിച്ചപ്പോൾ അവൻ മാർക്കോസ് എന്ന അപരനാമമുള്ള യോഹന്നാന്റെ അമ്മയായ മറിയത്തിന്റെ വീട്ടിലേക്ക് പോയി. പ്രൈസ് ദി ലോർഡ്. ആ സഭയുടെ മൂപ്പനായിരുന്നു ഈ പത്രോസ്. യോഹന്നാൻ എന്ന അപരനാമമുള്ള മാർക്കോസിന്റെ അമ്മയായ മറിയയുടെ വീട്ടിൽ കൂടിക്കൊണ്ടിരുന്ന കൂട്ടായ്മയുടെ പാസ്റ്ററായിരുന്നു ശ്രീമാൻ പത്രോസ്. അപ്പൊ ജയിലിൽ നിന്ന് മോചിക്കപ്പെട്ടപ്പോൾ പത്രോസ് എവിടേക്ക് പോയി?
തനിക്ക് വേണ്ടി ശ്രദ്ധയോടെ, ഉണർവോടെ, തീക്ഷ്ണതയോടെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന കൂട്ടത്തിലേക്ക് ചെന്നു. അപ്പൊ എന്തുണ്ടായി? അവിടെ വളരെ പേർ സമ്മേളിച്ച് പ്രാർത്ഥിച്ചു ഓ, കൊണ്ടിരിക്കുകയായിരുന്നു. ഭയങ്കര പ്രാർത്ഥനയായിരുന്നു. വായിച്ചോ. അവൻ പടിവാതിൽക്കൽ മുട്ടിയപ്പോൾ റോദ എന്ന വേലക്കാരി ഇറങ്ങി വന്നു നോക്കി. പത്രോസിന്റെ സ്വരം തിരിച്ചറിഞ്ഞ അവൾ സന്തോഷഭരിതയായി വാതിൽ തുറക്കുന്ന കാര്യം മറന്ന് അകത്തേക്ക് ഓടിച്ചെന്ന് മതി 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 പത്രോസ് എന്ന് വാതുക്ക മുട്ടി. ഇപ്പോ അവിടെ ഉള്ളവർ പറഞ്ഞു, റോദ എന്ന വേലക്കാരിയോട് പറഞ്ഞു, ഡേ ഒന്ന് പോയി നോക്കിയേ ആരാന്ന്. അപ്പോ പുറത്തു നിന്ന് പത്രോസ് പറയണ്, വാതിൽ തുറക്ക്, ഞാൻ പത്രോസാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഈ റോദ എന്ന് പറയുന്ന വേലക്കാരി സന്തോഷത്തിന്റെ ആധിക്യം കൊണ്ട് വാതിൽ തുറന്നു കൊടുക്കുന്ന കാര്യം മറന്നിട്ട് അകത്തേക്ക് തന്നെ ഓടി. എന്നിട്ട് ചെന്നിട്ട് എന്തു പറഞ്ഞു? പത്രോസ് വാതിൽക്കൽ നിൽക്കുന്നു എന്ന് അറിയിച്ചു. നിനക്ക് ഭ്രാന്താണ് എന്ന് അവർ പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. അപ്പോ പത്രോസ് വിടുവിക്കപ്പെടും എന്ന ഒരു പ്രത്യാശ, ഒരു വിശ്വാസം അവർക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ ഇതവര് പറയോ? ഇല്ല. പക്ഷെ ഈ റോദ പറഞ്ഞു പത്രോസ് തന്നെയാണ് എന്ന് പറഞ്ഞു. വായിക്ക്. അവൾ വീണ്ടും തറപ്പിച്ചു പറഞ്ഞപ്പോൾ അവന്റെ കാവൽ ദൂതനായിരിക്കുമെന്നായിരുന്നു അവരുടെ മറുപടി. പ്രൈസ് ദി ലോർഡ്. പത്രോസ് ഒന്നും വരില്ല, അവനെ ഹെറോദസ് പിടിച്ചിട്ടല്ലേ അവനെ കൊല്ലാണ്ട് വിടാൻ പോണെ. നിനക്ക് ഭ്രാന്താണ്ടി റോദ? അല്ല, അത് അവൻ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ അവന്റെ കാവൽ ദൂതനായിരിക്കും, അല്ലെങ്കിൽ അവന്റെ ആത്മാവ് ഒന്നും മുട്ടണത്, വാതിൽ തുറക്കണ്ട. ഇങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന കേൾക്കുന്ന പൊട്ടനാണോ ദൈവം? നിങ്ങളുടെ ദൈവം അങ്ങനെ ആയിരിക്കാം, എൻ്റെ ദൈവം അങ്ങനെ അല്ല. ഇപ്പൊ സുഖേട് മനസ്സിലായ? പത്രോസ് വാർദ്ധക്യകാലം വരെ ജീവനോടിരിക്കുമെന്നും വാർദ്ധക്യത്തിലെ പത്രോസ് മരിക്കുള്ളൂന്നും പത്രോസിനോട് കർത്താവ് പറഞ്ഞിരുന്നത് കൊണ്ട് പത്രോസിന് നല്ല ഉറപ്പായിരുന്നു, ഹെറോദേസ് അല്ല, ഹെറോദേസിന്റെ അപ്പൻ തന്നെ പിടിച്ചാലും തനിക്കൊരു മണ്ണാങ്കട്ട സംഭവിക്കില്ല എന്ന്. അതിനെവിടെ തെളിവ്? ഈ 12 അധ്യായത്തിന്റെ 5-6 വാക്യം വായിച്ചോ. പരസ്യ വിചാരണയ്ക്ക് പുറത്തു കൊണ്ടുവരാൻ ഹെറോദേസ് ഉദ്ദേശിച്ചിരുന്നതിന്റെ തലേരാത്രി പത്രോസ് ഇരുചങ്ങലകളാൽ ബന്ധിതനായി 2 പടയാളികളുടെ മധ്യ ഉറങ്ങുകയായിരുന്നു. നിങ്ങളിതൊന്ന് മനസ്സിൽ കണ്ടു നോക്കിയേ. പത്രോസ് എന്ന് പറയുന്ന മനുഷ്യൻ കല്യാണം കഴിച്ചിട്ടുള്ളവനാണ്. അവന് ഭാര്യ ഉണ്ടെന്ന് ബൈബിളിലില്ല, പക്ഷെ അവന് അമ്മായിമ്മ ഉണ്ടായിരുന്നെന്ന് ബൈബിളിലുണ്ട്. ഈ അമ്മായിമ്മ ഉണ്ടാവണത് എപ്പോഴാണ്? ഭാര്യ ഉണ്ടാവുമ്പോഴേ അമ്മായിമ്മ ഉണ്ടാവുള്ളൂ, അതൊരു അമ്മായിമ്മ ഉണ്ടാവില്ല. അപ്പൊ പത്രോസ് കുടിയും കുടുംബമായിട്ട് ജീവിക്കുന്ന ഒരു മനുഷ്യനാ. അവന് ഹെറോദേസ് പിടിക്കുന്നതിന്റെ മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്? ആ അപ്പസ്തോലിക ഗണത്തിൽ നിന്ന് ഒരുവനെ കഴുത്തറുത്ത് കൊന്നിട്ടുണ്ട്. അപ്പൊ തന്നെ പിടിച്ചപ്പോഴും ഹെറോദേസിന്റെ മനസ്സിലുള്ള ആഗ്രഹം എന്താണ്? കൊല്ലണം. അങ്ങനെ ഇവനെ പിടിച്ച് കൈക്കും കാലിനും ചങ്ങലയിട്ട് കാവൽ സ്ഥാനങ്ങൾ ഏർപ്പെടുത്തി 2 പട്ടാളക്കാരുടെ നടുവിൽ കിടന്നിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുമോ? പത്രോസ് ഉറങ്ങിയെന്നാ പറയണേ. എന്തുകൊണ്ടാ പത്രോസ് ഉറങ്ങിയത്? അവന് ദൈവത്തിൽ നിന്നൊരു വാഗ്ദത്തം ഉണ്ടായിരുന്നു. അതറിയണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം അതിൻ്റെ 21 അധ്യായം ഒന്ന് എടുക്കുക. ഇന്ന് ചില വാക്യങ്ങളൊന്ന് വായിച്ചാൽ മതി. അതിൻ്റെ 18 വാക്യം ഒന്ന് വായിച്ചോ. യോഹന്നാൻ 21:18. സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ചെറുപ്പമായിരുന്നപ്പോൾ നീ സ്വയം അരമുറുക്കുകയും ഇഷ്ടമുള്ളിടത്തേക്ക് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ പ്രായമാകുമ്പോൾ നീ നിന്റെ കൈകൾ നീട്ടുകയോ മറ്റൊരുവൻ നിന്റെ അരമുറുക്കുകയും നീ ആഗ്രഹിക്കാത്തിടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും. ഇത് അവൻ പറഞ്ഞത് ഏതുവിധമുള്ള മരണത്താൽ പത്രോസ് ദൈവത്തെ മഹത്വപ്പെടുത്തുമെന്ന് സൂചിപ്പിക്കാനാണ്. അപ്പൊ പത്രോസ് എപ്പോഴാണ് മരിക്കേണ്ടത്? 10-35 വയസ്സുള്ള എപ്പോഴാണോ? വാർദ്ധക്യത്തിലാണോ?
അപ്പൊ പത്രോസിന് അവന് ലഭിച്ച വാഗ്ദത്തത്തെ കുറിച്ച് ഓർമ്മയുണ്ടായിരുന്നു. അതുകൊണ്ട് ഹെറോദേസ് പിടിച്ചു, ചങ്ങലക്കിട്ടു, പടയാളികൾ അപ്പുറത്തിപ്പുറത്ത് നിൽക്കുന്നുണ്ട്. ഹെറോദേസ് അവനെ നാളെ കൊല്ലാൻ പോവാണ്. പത്രോസ് ഇടറുവോ? കാരണം പത്രോസിന് വലുത് ഹെറോദേസ് അല്ല, കർത്താവാ. മനസ്സിലായോ? അപ്പോ പത്രോസ് ജയിലിരുന്ന് പുറത്തു വരാനുള്ള കാരണം ഈ അവിശ്വാസികളുടെ പ്രാർത്ഥനയായിരുന്നോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നിങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കരുത്. അത് പ്രാർത്ഥിച്ചതുകൊണ്ട് കാശിന് ഗുണമില്ല. മനസ്സിലായോ? ഇങ്ങനെ യൂട്യൂബിലുള്ള പ്രസംഗങ്ങളൊന്നും നിങ്ങളെ വഴിതെറ്റിക്കരുത്. വചനമായി പഠിപ്പിക്കുന്ന ഒരു സഭയായത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു സംശയമുണ്ടെങ്കിൽ, ഒരു എതിർപ്പുണ്ടെങ്കിൽ, ഒരു വ്യത്യസ്ത അഭിപ്രായം പറയാനുണ്ടെങ്കിൽ ഞാനിവിടെ ഉണ്ടല്ലോ 24 മണിക്കൂറും. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ സമീപിച്ചൂടെ? എനിക്കെന്താ വല്ല കൊമ്പോ തുമ്പിക്കൈയോ വാളോ കടാരയോ ഓടിപ്പിടിച്ച കത്തിയോ എന്തേലും ഉണ്ടോ എൻ്റെ കയ്യിൽ? നിങ്ങൾക്ക് വലുത് ഈ സഭയിലുള്ള ശുശ്രൂഷകന്മാരെ അല്ല. ഈ വെടി നുണയിരുന്ന് പറയുന്ന ആളുകളുടെ, പാസ്റ്റർമാരുടെ പ്രസംഗം നിങ്ങൾക്ക് പഞ്ചാരക്കട്ട പോലെയാ. ആ വിഴുപ്പ് നിങ്ങൾ വേണമെങ്കിൽ ചുമന്നോ. ദയവ് ചെയ്തിട്ട് സഭയുടെ ഗ്രൂപ്പിലേക്ക് അത് ഇടരുത്. ഞാനിത് പറയുന്നത് എൻ്റെ ഇഷ്ടമല്ല. കഴിഞ്ഞ ഞായറാഴ്ച മൂപ്പന്മാരുടെ മീറ്റിങ്ങിലെടുത്ത തീരുമാനം ഞാൻ നിങ്ങളെ അറിയിക്കുക. സഭയുടെ ആ ഗ്രൂപ്പിലേക്ക് അവിടെ ഇവിടെയും പറന്ന് നടക്കുന്ന കഥകളും പ്രസംഗങ്ങളും ഗുഡ് മോർണിംഗും ഗുഡ് നൈറ്റും പിന്നെ വചനങ്ങളൊന്നും നിങ്ങളിടണ്ട. കാരണം വചനമൊക്കെ നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ ഫുൾ പുസ്തകം ഇരിക്കുക. പിന്നെ എന്തിനാ അതിൻ്റെ ഇടയിൽ നിന്ന് ഊരിയിട്ട് ഒരെണ്ണം മാത്രം ഇട്ട് തരണേ? അതിൻ്റെ കാര്യമില്ല. സഭയുടെ ഗ്രൂപ്പ് സഭയുടെ ആളുകൾക്ക് സഭയിലുള്ള മറ്റ് അംഗങ്ങളെ അറിയിക്കാൻ എന്തെങ്കിലും മെസ്സേജ് ഉണ്ടെങ്കിൽ, വല്ലൊരു അപകടം പറ്റി ഒരു പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെങ്കിൽ, ഒരു രോഗം വന്നു, സഭയിലുള്ളവരുടെ സഹായം, സാമ്പത്തിക സഹായം, ആൾ സഹായം എന്തെങ്കിലും വേണമെങ്കിൽ അതറിയിക്കാനുള്ളതാണ്. മനസ്സിലായോ? മറ്റുള്ളവരെ കേൾക്കണ്ട, നമ്മളെല്ലാവരെക്കാളും മികച്ചതാണ്, അങ്ങനെയുള്ളൊരു ധാരണ നമുക്കില്ല. പക്ഷെ നമ്മളെ പഠിപ്പിക്കണമെങ്കിൽ പെന്തക്കോസുകാരൻ ക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും ജനിച്ചാൽ പോരാ, അവൻ്റെ അമ്മയുടെ വയറ്റിൽ പോയിട്ട് തന്നെ വീണ്ടും ജനിക്കണം. ഞാൻ പറഞ്ഞു, ഒന്നുകൂടെ പറയാം. സാധാരണ വീണ്ടും ജനനം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിൽ വിശ്വസിച്ച് വീണ്ടും ജനിക്കല്ലേ. പക്ഷെ നമ്മളെ വചനം പഠിപ്പിക്കാൻ പെന്തക്കോസുകാരൻ അവൻ്റെ അമ്മയുടെ വയറ്റിൽ കയറിയിട്ട് വീണ്ടും ജനിച്ചു വരണം. അല്ലാണ്ട് നടക്കില്ല. കാരണം എനിക്കൊരു ഗുരുവുണ്ട്, അത് സർവശക്തനായ ദൈവത്തിൻ്റെ ആത്മാവാ. ഞാൻ ആരിൽ നിന്നും പഠിക്കാൻ തയ്യാറാ, പക്ഷെ ഗോഷ്ഠി കാണിക്കരുത്. മനസ്സിലായോ? ഇനി നിങ്ങൾ ആ പ്രസംഗം മുഴുവൻ കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള ക്ഷമയുണ്ടായില്ല. അയാൾ ഈ പ്രാർത്ഥനയെക്കുറിച്ച് ഇതിൻ്റെ ഒരു ഭാഗം പറഞ്ഞപ്പോൾ തന്നെ എൻ്റെ വയറു നിറഞ്ഞു. എനിക്ക് മനസ്സിലായി ആ മനുഷ്യൻ ദൈവവചനം മനസ്സിലാക്കി വായിക്കുന്ന ഒരാളല്ല. ദൈവവചനം വ്യാഖ്യാനിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ 1-ാമത്തെ അധ്യായം മുതൽ വെളിപ്പാട് പുസ്തകത്തിൻ്റെ 22-ാം അധ്യായം വരെ ഉള്ളിലുണ്ടാകണം. എന്നിട്ട് അത് കടഞ്ഞെടുക്കണം. മനസ്സിലായ? പാലാഴി കടഞ്ഞിട്ട് അമൃതെടുക്കണം, അരി വേണത് എടുക്കാൻ. അല്ലാണ്ട് എവിടുന്നെങ്കിലും ഒരു വചനം എടുത്തിട്ട് ദേഹം എടുക്കണം, അത് നീ ചുട്ട് നിന്നാൽ മതി, ഇങ്ങോട്ട് വന്നിരണ്ട. ദൈവമായ കർത്താവ് ഈ നല്ല വചനങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഭാഗ്യമുള്ളവരാണ്. ദൈവവചനം അതുപോലെ പഠിപ്പിക്കുന്ന ഒരു സഭയിലേക്ക് നിങ്ങൾക്ക് കടന്നു വരാൻ ദൈവം അവസരമൊരുക്കിയല്ലോ. നന്ദിയുള്ളവരായി ദൈവസന്നിധിയിൽ താണിരിക്കുക. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.